Hello. Yeah. Sorry. Okay. Father. Oh, yeah. Good. Central Time Chamber of Commerce local series third edition. I think first, dear distinguished participants of webinar, friends and members. നമുക്ക് സെൻട്രൽ ട്രാവൻകൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയതിന് ശേഷം കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമെന്ന് പ്രത്യേകിച്ച് ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കോവിഡ് വന്നതോടുകൂടി ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തണമെന്ന് വിചാരിച്ചത് അതുപോലെ ക്രമീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷന് ഇങ്ങനെയുള്ളൊരു ലോഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ കാരണം തന്നെ. ഈ ഇന്നത്തെ പ്രോഗ്രാമിന് നമുക്ക് വിശിഷ്ട അതിഥികളായിട്ട് വന്നിട്ടിരിക്കുന്നത് ആളുകളെ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണെങ്കിലും ഡോക്ടർ സജി ഗോപിനാഥ്, CEO കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ആൻഡ് മിസ്റ്റർ PK ഗോപാലകൃഷ്ണൻ, ഫൗണ്ടർ മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക്. ഞാൻ പ്രത്യേകിച്ച് സജി ഗോപിനാഥ് സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നു. സാറ് he currently heads the Kerala Startup Mission. കേരള ഗവൺമെൻറ്റിൻ്റെ ടെക്നിക്കൽ ഓണ്ടർപ്രണർഷിപ്പിനും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റവും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാണ്. He takes this opportunity to congratulate Dr. Saji Gopinath on behalf of all present in the webinar that he is recently made the first Vice Chancellor of the Kerala University of Digital Science, Innovation and Technology. ഗോപിനാഥ് സാർ IIM കോഴിക്കോടിൽ 17 വർഷത്തോളം വർക്ക് ചെയ്തു. അവിടുത്തെ ഡീനായിരുന്നു, അതുപോലെ ഡീൻ ഓഫ് ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ കേരള സാറ്റലൈറ്റ് ക്യാമ്പസ്, IIMൻ്റെ കൊച്ചി സാറ്റലൈറ്റ് ക്യാമ്പസ് ഡെവലപ്പ് ചെയ്യാനും അമൃത്സറിലെ ക്യാമ്പസും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ പരിശ്രമിച്ച ഏറ്റവും വലിയ ആളാണ്. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ളതായ പല യൂണിവേഴ്സിറ്റീസിൻ്റെയും ഒരു ഡയറക്ടർ, അതുപോലെ തന്നെ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വമാണ്. He has a mechanical engineering degree and has PhD in management from Indian Institute of Science. ഗോപിനാഥ് സാറിൻ്റെ പ്രത്യേക സാന്നിധ്യം ഇന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യം പണ്ട് തിരുവല്ലയിൽ സാറ് വന്നപ്പോഴും ഇത് പറഞ്ഞു. ഇങ്ങനൊരു ഏഞ്ചൽ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നത് വളരെ അത്യന്താപേക്ഷിതമാണെന്നും അതാണ് നമുക്ക് എല്ലാ ഡെവലപ്മെൻറ്റ്സിനും, ഈ പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സും കേരളത്തിൻ്റെ മൊത്തം ഡെവലപ്മെൻറ്റ്സിനും അത് വളരെയധികം സഹായിക്കുക എന്നുള്ളത്. സോ we are happy to welcome Dr. Saji to give the opening talk and at this virtual event, and we see that you can speak about the needs and prospects of Angel Network. Good afternoon, Reverend Father Abraham Mullamutil, President of Central Travancore Chamber of Commerce and Industries. It's one of his feathers. I mean, he has a lot of feathers in his cap. Sri PK Gopalakrishnan, my good friend, and investor, a very, very keen investor in Kerala's ecosystem, who has been one of the founding member of Malabar Angel Networks and also very closely associated with IIM Bangalore and the investment ecosystem at Bangalore. And friends, നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും കേരള സ്റ്റാർട്ടപ്പ് മിഷനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല.
അപ്പോൾ അതുപോലെ ഞാൻ അവിടെ തുടങ്ങാം. എന്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, എന്താണ് സ്റ്റാർട്ടപ്പ്, എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്, ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് അടുത്ത തലത്തിലേക്ക് പോകുവാൻ അല്ലെങ്കിൽ നമ്മുടെ എന്തെല്ലാമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയുമ്പോൾ വി ജനറലി ഡോണ്ട് കൺസിഡർ കേരള ആസ് വെരി എന്റർപ്രണറിയൽ. Even though Keralites have done excellently well in entrepreneurship, we generally consider കേരളത്തില് വ്യവസായം അല്ലെങ്കിൽ വളരില്ല എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. But that is actually it's only a perception, because we know that even with challenges like limited land and things like that, we still have very, very successful industries which has come out of this state. Even today, we have, even the manufacturing space, we have world's largest world's largest blood bag manufacturer, India's second or third largest electronic exporter, world's third largest kids wear, the infant wear company, the Asia's largest dental implants company, and name, so like that you can find at least 25-30 of companies who are either becoming national level one or Asian level one or world level one as such. So we have that. Second thing is, even if you look at the service companies, especially banks, and today we also speak about non-banking financial companies, NBFCs, we see that Kerala has got a very, very strong foothold in the context of in the service sector. And even in the hospitality sector also, we've made a big difference. But the question which I think we need to look at is, and that's basically where the Kerala Startup Mission become relevant, is that when you look at technology based ആയിട്ട് എവിടെയെല്ലാം നമ്മൾ സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഒരു വിജയത്തിനുള്ള സാധ്യത കൂടുതലാണ്. Kerala is not necessarily a place where we can start very large geographical footprint companies. Where it may have huge amount of power requirement, water requirement, etc. പക്ഷെ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ടുള്ള, ടെക്നോളജി അടിസ്ഥാനമാക്കിയിട്ടുള്ള, നോളജിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ നന്നായിട്ട് നമ്മൾ പലരും കാണാത്തതോ ആയ രീതിയിൽ വളരുന്നുണ്ട് എന്നതാണ് സത്യം. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് കേരള ഗവൺമെന്റ് 2014 ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് ഒരു പോളിസി കൊണ്ടുവന്നത്, ദി സ്റ്റേറ്റ് ടെക്നോളജി സ്റ്റാർട്ടപ്പ് പോളിസി. അതിന്റെ ഭാഗമായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം സ്ഥാപിക്കപ്പെട്ടു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇൻക്യുബേറ്ററിനെ മാറ്റി ഇൻക്യുബേറ്ററിനെ ട്രാൻസ്ഫോം ചെയ്ത് കേരളത്തിൽ മൊത്തത്തിൽ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയത്. ഇത് 2017 ആ പോളിസി മിനി റിവൈസ് ചെയ്തു. ദി ബേസിക് ഐഡിയ ഈസ് ടു ക്രിയേറ്റ് എൻ എക്കോസിസ്റ്റം വിച്ച് സപ്പോർട്ട് സ്റ്റാർട്ടപ്പ് ഗ്രോത്ത്. Now, what is a startup? A startup is something which, as I said, will depend upon technology, which has got fast growth potential and may not use too much of assets. നമ്മൾ സാധാരണ ഒരു വ്യവസായ സംരംഭത്തിനെ കാണുമ്പോൾ മെഷീനറികളും ഒരുപാട് ബിൽഡിങ്ങുകളും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് when I use my intellect, when I use my knowledge, അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടുള്ള സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ടുള്ള പുതിയ നൂതനമായ ആശയങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു സ്ഥാപനങ്ങളാണ് സ്റ്റാർട്ടപ്പുകൾ എന്ന് നമുക്ക് ബ്രോഡായിട്ട് പറയാൻ കഴിയും. അത് പല മേഖലകളിലുണ്ടാവാം. അത് അഗ്രികൾച്ചർ മേഖലയിലുണ്ടാവാം, മെഡിക്കൽ മേഖലയിലുണ്ടാവാം, ഹെൽത്ത് മേഖലയിലുണ്ടാവാം, എഡ്യൂക്കേഷൻ മേഖലയിലുണ്ടാവാം, ഏത് മേഖലയിലും ഉണ്ടാവാം. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, വി ഹാവ് ആസ് എ കൺട്രി, ഇന്ത്യ ഹാസ് എ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ടു സോൾവ്. Right from pollution to education to communication, we have unmet problems are very large. ആ അൺമെറ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഭൗതികമായ ശക്തി ഉപയോഗിച്ച് കൊണ്ടുവരുന്ന സംരംഭങ്ങളെയാണ് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റാർട്ടപ്പുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളെ സഹായിക്കാനും അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കുക. പശ്ചാത്തല സൗകര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ എൻവറോൺമെന്റ് മാത്രമല്ല, ഫിസിക്കൽ, ഫിനാൻഷ്യൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ എൻവറോൺമെന്റ് ഒരുക്കി കൊടുക്കുക. അങ്ങനെ അവർക്ക് തഴച്ചു വളരുവാനുള്ള ഒരു വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റുക. ഇതാണ് സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒബ്ജക്റ്റീവ്. സ്റ്റാർട്ടപ്പ് മിഷൻ പല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഒന്ന്, സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ളവരെ
സ്റ്റാർട്ടപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കാറുണ്ട്. അതിനുള്ള ഇൻക്യുബേഷൻ സെന്റേഴ്സ് കൊടുക്കാറുണ്ട്, മറ്റുള്ള ടെക്നോളജിക്കൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട്, എക്സ്പേർട്ടുകളെ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സ്കൂളുകൾ, കോളേജുകളിൽ പ്രത്യേകിച്ചും നമ്മൾ സ്റ്റാർട്ടപ്പ് ഐഡിയകൾ കുട്ടികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും കുട്ടികളെ കോളേജുകളിൽ വെച്ച് തന്നെ ഇന്നോവേഷനിലേക്ക് താല്പര്യം ജനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു മേഖലയാണ്. രണ്ടാമതൊരു ഒരു ഒരു മുഖ്യമായ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്യുബേഷനും ആക്സലറേഷനുമാണ്. അവിടെ നമ്മൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട് ഇവിടെ എല്ലാം ഇൻക്യുബേഷൻ സെന്റേഴ്സ് ഉണ്ട്. ബഹുമാനപ്പെട്ട ഫാദർ അടുത്ത് തന്നെ തിരുവല്ലയിൽ വരണം തുടങ്ങുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻക്യുബേഷൻ സെന്റേഴ്സിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വളരുവാനുള്ള അവസരം കൊടുക്കുന്നു. അവരെ എക്സ്പേർട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നു, അവരുടെ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നു, അവർക്ക് ബിസിനസ് കണക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെല്ലാമാണ് ഇൻക്യുബേഷനും ആക്സലറേഷനും ചെയ്യുന്നത്. ഇതിലെ വളരെ മുഖ്യമായ ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വളരണമെന്നുണ്ടെങ്കിൽ അവർക്ക് റിസോഴ്സസ് ആവശ്യമുണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമുണ്ട്. നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു വ്യവസായം വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള പൈസ ഇറക്കുക. ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക എന്നതാണ് പലരും ഉപയോഗിക്കുന്ന ഒരു മാർഗം. കാരണം അതിന് ഒരു ഹാർഡ്വെയർ ഉണ്ടാവും, ഒരു അസറ്റ്സ് ഉണ്ടാവും. അപ്പൊ ആ അസറ്റിനെ എഗൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ കൊളാറ്ററലോ ഉപയോഗിച്ചായിരിക്കും ലോണ് പലരും സംഘടിപ്പിക്കുകയും അങ്ങനെ വളർച്ച ചെയ്യുകയും ചെയ്യാം. ഈ ഓൺട്രപ്രണർഷിപ്പ് ക്യാൻവാസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു ചെറിയൊരു ഭാഗത്താണ് സ്റ്റാർട്ടപ്പുകൾ നിലനിൽക്കുന്നത്. ആ സ്റ്റാർട്ടപ്പുകളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അവയ്ക്ക് ഹൈ പൊട്ടൻഷ്യൽ ഓഫ് റിട്ടേൺ ഉണ്ട്. ജയിക്കുകയാണെങ്കിൽ if they become successful, they have a very very high chance of success. അതേസമയം അവയ്ക്ക് പരാജയപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഒരു പുതിയ നൂതനമായ ആശയമാണ്. അതുകൊണ്ട് തന്നെ പരാജയപ്പെടാനുള്ള സാധ്യതയും മറ്റതിനേക്കാളും കൂടുതലാണ്. മൂന്നാമതായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, അവർക്ക് പലപ്പോഴും സ്വന്തമായിട്ട് വലുതായിട്ടുള്ള അസറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, ആസ്തി ഒന്നും ഉണ്ടാവില്ല. മറിച്ച് they will only have ideas and intellectual capability to translate the idea into a product or a service. അതുകൊണ്ട് തന്നെ ഇവ സാധാരണഗതിയിൽ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ബാങ്കിങ് മേഖലയിൽ പോയിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്രോതസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വിഷമമാണ്. അപ്പൊ ലോകത്തെമ്പാടും സ്റ്റാർട്ടപ്പുകൾ ഇന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ഈ എയർ മീറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആകട്ടെ, അല്ലെങ്കിൽ നമുക്ക് പലർക്കും പരിചയമായിട്ടുള്ള സൂം എന്നുള്ള പ്രൊഡക്റ്റ് ആവട്ടെ, ഇതെല്ലാം സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നവയാണ്. അപ്പൊ സ്റ്റാർട്ടപ്പുകൾ വലിയ കമ്പനികൾ ചെയ്യുന്നതിനേക്കാളും വളരെ എഫിഷ്യന്റ് ആയും വളരെ വളരെ ഇഫക്റ്റീവ് ആയിട്ടും പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നു, മാർക്കറ്റിൽ എത്തിക്കുന്നു ഉള്ളതാണ്. അവരെല്ലാവർക്കും ഉള്ള ചലഞ്ച് ഇതാണ്. അവർക്ക് അസറ്റുകൾ ഉണ്ടാവില്ല, അവർക്ക് പുതിയ ഐഡിയ ആയിരിക്കും. അവർ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അവർക്ക് വളരെ റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് പരാജയം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുമാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് സ്റ്റാർട്ടപ്പുകൾക്ക് എവിടെ നിന്നാണ് നമുക്ക് ഫണ്ട് കൊണ്ടുവരാൻ കഴിയുക എന്നത് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിൽ ഒരു പരിധി വരെ ആദ്യത്തെ സ്റ്റേജിൽ, അതായത് ഏർലി സ്റ്റേജ്, വെരി ഹൈ റിസ്ക് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയാറുണ്ട്. വളരെ ഏർലി സ്റ്റേജിൽ ഐഡിയ മാത്രമായിരിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ ഐഡിയയെ ഒരു പ്രവർത്തന മോഡലാക്കുവാനോ, പ്രോട്ടോടൈപ്പ് ആക്കുവാനോ, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രോഡക്റ്റ് ആക്കുവാനോ ഉള്ള സഹായം സാധാരണഗതിയിൽ ഗ്രാൻഡ് ആയിട്ടോ സ്വന്തമായിട്ടുള്ള ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ ചെറിയ ലോണുകളായിട്ട് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള മുദ്ര ലോൺ പോലെയുള്ള വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള വളരെ കൊളാറ്ററൽ ഫ്രീ ആയിട്ടുള്ള ലോണുകളോ കൊണ്ടാണ് പലരും ചെയ്യുന്നത്. പക്ഷെ ഇതുകൊണ്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടായി ഒരു മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് വളരണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമുള്ള സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് ലോൺ എന്ന് പറയുന്ന ഇത് കിട്ടുവാനുള്ള സാധാരണഗതിയിലുള്ള ഘടകങ്ങൾ ഇവിടെ ഉണ്ടാവണമെന്നില്ല. സാധാരണ ഘടകങ്ങൾ, അവർക്കൊരു അസറ്റ് വേണം, അവർക്ക് വളരെ വേറെ ആരെങ്കിലും ചെയ്തൊരു എണ്ണമായിരിക്കും, പ്രസിഡൻസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതൊന്നുമില്ലാതെ പുതിയൊരു മേഖലയിലായിരിക്കും അവർ കൊണ്ടുവരിക. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ഏഞ്ചൽ നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ ഈ ഒരു കമ്പനിക്ക് അടുത്ത ലെവലിലേക്ക് വളരണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായം ആവശ്യമുണ്ട്. ആ സഹായം നൽകേണ്ടത് ഈ കമ്പനിയെ വിശ്വസിച്ച് കമ്പനിയുടെ പ്രൊഡക്റ്റിലും വിശ്വാസമുള്ള, ഈ കമ്പനിയുടെ ഗ്രോത്തിൽ പാർട്ടാവാൻ തയ്യാറായിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇവർ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇവർക്ക് വളരെ വലിയൊരു ഗ്രോത്തിന്റെ പോസിബിലിറ്റി ഉണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇവർ വളരെ വലുതാണെങ്കിൽ നമ്മൾ ഇതിലിടുന്ന ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വളരെ വലിയ റിട്ടേൺ ആയിട്ട് കിട്ടുകയും ചെയ്യും.
ഒരു ഉദാഹരണം പറയാം. ഒരു 2017 കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായ 4 കുട്ടികൾ ചേർന്നിട്ട് ഒരു ചെറിയൊരു കമ്പനി തുടങ്ങി. ഇൻഫാക്ട് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയില് മാൻഹോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാൻഹോളിൽ മാൻ ഇറങ്ങിയാണ് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഒരു പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളവർക്ക് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊരു തുറന്നു കിടക്കുന്ന ഒരു മാൻഹോളിന് അടുത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ മൂക്ക് പൊത്തിയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു മാൻഹോളിനകത്ത് ഒരു വ്യക്തി ഇറങ്ങി അതിനെ ക്ലീൻ ചെയ്യുമ്പോൾ അയാൾക്ക് എത്രമാത്രം വിഷമമാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഇത് മാത്രമല്ല, പലപ്പോഴും ഇങ്ങനെ ഇറങ്ങുന്നവർ അവിടെ അതിനകത്തുള്ള വിഷവായു ശ്വസിച്ച് മരിക്കാറുമുണ്ട്. അപ്പൊ ഇതിന് പകരമായിട്ട് ഒരു മെക്കാനിക്കൽ ഡിവൈസ് കൊണ്ടുവരികയാണെങ്കിൽ, റോബോട്ട് കൊണ്ടുവരികയാണെങ്കിൽ പുറത്തുനിന്ന് തന്നെ അതിനെ ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയയാണ് അവർ കൊണ്ടുവന്നത്. അപ്പൊ ഈ ഐഡിയ ഇതുവരെ ആരും ചെയ്തിട്ടില്ല, ലോകത്ത് ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ നൂതനമാണ്. പക്ഷെ ഈ ഐഡിയ സക്സസ്ഫുൾ ആവുകയാണെന്ന് വെച്ചു. അങ്ങനെയുള്ള കേസിൽ ഇന്ത്യയില് 32 ലക്ഷം ആൾക്കാരാണ് ഈ ജോലി ചെയ്യുന്നത്. ഈ ആൾക്കാരുടെ എഫിഷ്യൻസി നമുക്ക് 50% അല്ലെങ്കിൽ 100% ഈ മെഷീൻ വെച്ച് കൂടുകയാണെങ്കിൽ നമുക്ക് 32 ലക്ഷം ആൾക്കാർക്ക് ഇപ്പൊ ചെയ്യുന്നതിന്റെ ഇരട്ടി വർക്ക് ചെയ്യാൻ കഴിയും. അതിനർത്ഥം 32 ലക്ഷത്തിന്റെ വർക്ക് നമുക്ക് ഈ മെഷീൻ വഴി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം 500 രൂപയാണെന്ന് വയ്ക്കുക, അങ്ങനെ 300 ദിവസം എടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ വെരി വെരി ഹ്യൂജ് മാർക്കറ്റ്. 15,000 കോടി രൂപയുടെ ഒരു മാർക്കറ്റാണ് ഇവരുടെ മുമ്പിലുള്ളത്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുമായി വന്ന ഐഡിയക്ക് കേരള സർക്കാർ ചെറിയൊരു ഗ്രാന്റ് കൊടുത്തു, 5 ലക്ഷം രൂപയുടെ ഒരു ഗ്രാന്റ് കൊടുത്തു. അതിന്റെ ഭാഗമായി അവരൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി. BPCL പോലെ ഒരു കമ്പനി അതിന് കുറച്ചുകൂടെ വലിയൊരു ഗ്രാന്റ് കൊടുത്തു. അങ്ങനെ ഒരു പ്രൊഡക്റ്റായി ഇന്ന് 12 സംസ്ഥാനങ്ങളിൽ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് ഏകദേശം 25 കോടി രൂപയോളം ടേൺ ഓവറും 200 കോടി രൂപയുടെ മൂല്യമുള്ള ഒരു കമ്പനിയായിട്ട് 2 കൊല്ലം കൊണ്ട് അവർ വളരുകയുണ്ടായി. അപ്പൊ ഉദാഹരണം പറഞ്ഞു തന്ന, അന്ന് ഒരാൾ 5 ലക്ഷം രൂപ ഇട്ടുന്ന ഒരാൾക്ക് ഈ 2 കൊല്ലം കൊണ്ട് ആ രൂപയുടെ മൂല്യം, അയാൾ ഇട്ട 5ന്റെ മൂല്യം ഏകദേശം 200 കോടി രൂപയായി എന്നതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗ്രോത്ത് ആണ് നമ്മുടെ മുമ്പിലുള്ളത്, ഈ സ്റ്റാർട്ടപ്പുകളിലുള്ളത്. ഇതിനർത്ഥം എല്ലായിടത്തും ഇടുന്നത് എല്ലാം ഇതുപോലെ ആവണമെന്നില്ല, പരാജയപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ ആ പരാജയപ്പെടുന്ന സാധ്യതയെ കുറയ്ക്കുക എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു കമ്പനി ഇടുന്നതിന് പകരം 1-ൽ കൂടുതൽ കമ്പനികൾ ഇടുന്നു. അപ്പോൾ ഒരു റിസ്ക് പൂളിംഗ് കിട്ടും. ഇതാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു തീസിസ്. അതായത് ഗ്രോത്ത് ഉള്ള കമ്പനികളിൽ 1-ൽ കൂടുതൽ കമ്പനികൾ ഇടുന്നു. അങ്ങനെ നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്നു. ബഹുമാനപ്പെട്ട ശ്രീ PK വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത കേരളത്തിൽ തന്നെയുള്ള കമ്പനികൾ ഈ സമയത്ത്, കോവിഡിന്റെ സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് അഗ്രികൾച്ചർ മേഖലയിലുള്ള ഫാമേഴ്സ് ഫ്രഷ് സോൺ എന്ന് പറയുന്ന കമ്പനി, അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ, അതായത് പച്ചക്കറികൾ നമ്മുടെ വീട്ടിലേക്ക് ഫാർമറിന്റെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിക്കുന്ന കമ്പനികളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പല രീതിയുണ്ട്. അതിൽ ഒരു രീതി കുറച്ച് മിസ്സായി ഡോക്ടർ സജിയുടെ, എല്ലാവർക്കും മിസ്സായോ? എന്താ മിസ്സായി പോയോ? മിസ്സായിരുന്നോ? സാറിന്റെ റിസീവ് ആണ് ഡോക്ടർ സജി, ഇടയ്ക്കൊന്ന് ലോസ്റ്റ് ആയി പോയി സാർ പറഞ്ഞത്. കുഴപ്പമില്ല സാർ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നത് ഈ 3-4 തരത്തിലാണ്. ഒന്ന്, ഒരു ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് 1-ഓ അതിൽ കൂടുതലോ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ടപ്പുകൾക്ക് നമ്മൾ പൈസ മാത്രമല്ല വേണ്ടത്, അവർക്കൊരു സ്ട്രാറ്റജിക് ലിങ്ക് ഉണ്ടാക്കി കൊടുക്കണം, അവരുടെ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അതിന്റെ റിസ്ക് മൊത്തത്തിൽ നമ്മൾ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരമാണ് നമ്മൾ ഏഞ്ചൽ ഫണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫണ്ടിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഫണ്ട് ഇൻ ടേൺ സ്റ്റാർട്ടപ്പുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു എക്സൈറ്റിംഗ് പ്രൊപ്പോസിഷനാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു കമ്പനി വളരുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്നത് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് പലപ്പോഴും കാണുന്നില്ല. കാര്യം അതൊരു പ്രൊഫഷണൽ ആയിട്ട് മാനേജ് ചെയ്തൊരു ഫണ്ടാണ്. ആ ഫണ്ട് നമുക്ക് ഒരു റിട്ടേൺ കിട്ടുന്നതനുസരിച്ച് തരുന്നു. ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയുള്ളൂ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു കാര്യമാണ് ഏഞ്ചൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഏഞ്ചൽ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമാന മനസ്കരായ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു കമ്പനിയെ വീക്ഷിക്കുന്നു അല്ലെങ്കിൽ കാണുന്നു. അതിന് ഗ്രോത്ത് ഉണ്ടോ എന്നും നമ്മൾ
ഒരുമിച്ച് നിന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അസസ് ചെയ്യുന്നു. എന്നിട്ട് വൺസ് വി ഡിസൈഡ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് എ കമ്പനി വർത്ത് ഇൻവെസ്റ്റിംഗ്, നമ്മൾ അവർക്ക് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പൊ 10 ലക്ഷം രൂപയാണ് നമ്മൾ ഇടുന്ന ആ കമ്പനിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 5 പേരാണെങ്കിൽ ഓരോരുത്തരും 2 ലക്ഷം രൂപ വെച്ച് ഇടുന്നു. ഈ കമ്പനി ഗ്രോ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴാണോ ഈ കമ്പനിയിൽ നിന്ന് തിരിച്ച് പുറത്തു വരുന്നത് ആ സമയത്ത് നമുക്ക് ഇതിന്റെ അന്നത്തെ വില അനുസരിച്ചിട്ടുള്ള റിട്ടേൺ തിരിച്ച് ഇതുപോലെ തന്നെ ഇതേ ഇടുന്ന പ്രൊപ്പോർഷൻ തന്നെ കിട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഏഞ്ചൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. കാരണം ഏഞ്ചൽ ഫണ്ടുകൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെബിയുടെ അക്രഡിറ്റേഷന്റെ ആവശ്യമുണ്ട്, അതിനുള്ള ഓവർഹെഡിന്റെ ആവശ്യമുണ്ട്, അതിന്റെ മാനേജ്മെന്റ് ഫീയുടെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ കുറെ നിയമപരമായ നൂലാക്കുടുക്കുകളുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ PKG പറയും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ല ഏഞ്ചൽ ഗ്രൂപ്പുകളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ അതിനെ ഫോം ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ ഓരോരുത്തരും കളക്റ്റീവായിട്ടുള്ള ഡിസിഷൻ ബട്ട് ഇൻഡിവിജ്വൽ ആക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരു മേഖലയിലാണ് നമ്മൾ ഏഞ്ചൽ ഗ്രൂപ്പുകളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഏഞ്ചൽ ഗ്രൂപ്പുകൾ കേരളത്തിൽ വളരെയധികം ആവശ്യമുണ്ടെന്നുള്ളതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പുകളെ വളർത്തുവാനുള്ള ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം ഗൾഫിൽ നിന്നും മറ്റും തിരിച്ചു വന്നിട്ടുള്ള, അമേരിക്കയിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ള ഒരു വലിയൊരു ശതമാനം വലിയൊരു ശതമാനം അല്ലെങ്കിലും കുറേയേറെ ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ പലരും പ്രൊഫഷണൽസ് ആണ്, പലർക്കും സാമ്പത്തികമായ നല്ല സ്ട്രെങ്ത് ഉണ്ട്, അവർക്ക് പലർക്കും പുതുതായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ന് ഇവിടെ തുടങ്ങുന്ന കമ്പനികളെ സഹായിക്കാൻ ആഗ്രഹമുണ്ട്. ഇവയ്ക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഏഞ്ചൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഏഞ്ചൽ ഗ്രൂപ്പുകൾ ഓൾറെഡി നമ്മൾ കേരളത്തിൽ കുറേയേറെ ഉണ്ട്. മലബാർ, കണ്ണൂർ അടിസ്ഥാനമാക്കിയിട്ട് ഡോക്ടർ PKGയും മറ്റ് ചിലരും കൂടി ചേർന്നിട്ട് തുടങ്ങിയിട്ടുള്ള മലബാർ ഏഞ്ചൽസ് എന്ന് പറയും. അത് കുറേയേറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളതാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക്സ്. അതുപോലെ തന്നെ കോഴിക്കോട് ഇതുപോലെ സ്മാർട്ട് സ്പാർക്സ് എന്ന് പറഞ്ഞ് വളരെ യങ് ആയിട്ടുള്ള കുറെ ഇൻവെസ്റ്റേഴ്സ് ചേർന്നിട്ട് ഏഞ്ചൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, സ്മാർട്ട് സ്പാർക്സ് എന്ന് പറഞ്ഞ്. എറണാകുളം മേഖലയിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് 2 ഏഞ്ചൽ ഗ്രൂപ്പുകൾ. ഒന്ന് കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും, ടൈയുടെ കീഴിൽ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് എന്നുള്ള പേരിൽ ഒരു ഏഞ്ചൽ ഗ്രൂപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടൈ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ അജിത് മൂപ്പനാണ് അത് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന് സമാനമായിട്ട് ക്രിയേറ്റീവ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലുള്ള പലരും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചേർന്നിട്ട് ക്രിയേറ്റീവ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഏഞ്ചൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി താഴേക്ക് തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ തിരുവനന്തപുരം ബാംഗ്ലൂരുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് കോംഗ്ലോ എന്ന് പറയുന്ന പഴയ ഒരു ഏഞ്ചൽ ഗ്രൂപ്പുകൾ ഇവിടെയുണ്ട്. ഇത് കൂടാതെ നമുക്ക് പല മേഖലകളിലും ഉള്ള ഏഞ്ചൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അവിടെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഇത് എന്താണ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ്, എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മറ്റതിൽ നിന്ന് വ്യത്യസ്തമാണ്, അതിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, എന്ത് നഷ്ടങ്ങൾ സംഭവിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു മാസ്റ്റർ ക്ലാസ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം ഇത് ഒരു ഷോപ്പിൽ പോയി പണം മുടക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പണം മുടക്കുന്നത് പോലെയോ അല്ല, മറിച്ച് ഇത് ഒരു നൂതനമായ ആശയം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അവരുടെ കമ്പനിയുടെ ഓണർ ആവുന്ന ഒരു പാർട്ട് ഓഫ് ഓണർ ആവുകയും അവരെ നല്ല രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, അതേസമയം അവരുടെ ഐഡിയകളെ തടസ്സം വരുത്താത്ത രീതിയിൽ നമ്മൾ നിൽക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ അവർക്ക് ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇവയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെടുവാൻ നമുക്ക് ഇത് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ശ്രീ PKG പോലെ ഒരാളെ ഇന്ന് കിട്ടിയത് ഈ സെമിനാറിൽ വരുത്താൻ കഴിഞ്ഞത് നമുക്ക് വളരെ വളരെ സന്തോഷകരവും അഭിമാനകരമായ കാര്യമാണ്. ഇവിടെ ഇങ്ങനെ കേരളത്തിലെ ഓരോ ജില്ലയിലും നമുക്ക് ആവശ്യമുണ്ട്. കാരണം കോവിഡിന്റെ ഒരു സമയത്ത് വന്നൊരു വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോക്കൽ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ ലോക്കലായ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഹൈപ്പർ ലോക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒരുപാടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അവയ്ക്കെല്ലാം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. അവയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വളരാനും വളരെ ഫാസ്റ്റ് ആയിട്ട് വളരാനും കഴിയും. പക്ഷെ അവർക്ക് അവിടെ ഒരു റിസോഴ്സിന്റെ കൺസ്ട്രെയിന്റ് ഉണ്ട്. ആ കൺസ്ട്രെയിന്റ് ഇതുപോലെയുള്ള ഏഞ്ചൽ ഗ്രൂപ്പുകൾ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഇതുവരെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് സെൻട്രൽ ട്രാവൻകൂറിൽ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് തന്നെ
കോളേജുകളിൽ നിന്നൊക്കെ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും മറ്റ് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നും മറ്റു കോളേജുകളിൽ നിന്നൊക്കെ പാസ്സാവുമ്പോൾ ഒന്നുകിൽ ഒരു സർക്കാർ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ കൂടുതൽ പേരും മിഡിൽ ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ പഠനത്തിനും പിന്നീട് മൈഗ്രേഷനും വേണ്ടി പോകുന്ന ഒരു ട്രെൻഡാണ് നമുക്കുണ്ടായിരുന്നത്. ആ ട്രെൻഡ് ഒരുപക്ഷെ ഈ കോവിഡ് കാരണം നമുക്ക് ഒരു കുറയാനുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ബൗദ്ധികമായ കഴിവ് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള അവസരത്തിനുള്ള ഒരു സഹായം, അല്ലെങ്കിൽ സഹായം എന്ന് പറഞ്ഞാൽ നോട്ട് എ charity, but it's become an investment opportunity for us, and that is basically what Angel Group is to do. And I believe that this workshop will enable many of you to get into the angel investment and see that the central Travancore area and the other part of Kerala actually will go into the next stage of growth by developing, nurturing another set of high technology enterprises, which will actually grow into becoming national and global models for growth. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഒരു തുടക്കം വളരെ നന്നാവട്ടെ എന്നും, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഏഞ്ചൽ ഗ്രൂപ്പ് ഇവിടെ ഫോം ചെയ്യാനും കുറേയേറെ സ്റ്റാർട്ടപ്പുകൾ അതുവഴി സഹായിക്കാനും കഴിയുമെന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ഫ്രം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇങ്ങനെയുള്ള ഏഞ്ചൽ ഗ്രൂപ്പുകൾ ഫോം ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മുടെ സൈഡിൽ നിന്ന് എല്ലായ്പ്പോഴും ഉണ്ടാവും. ഇന്ത്യയിലെയുള്ള ലാർജ് ആയിട്ടുള്ള ഏഞ്ചൽ ഗ്രൂപ്പുകൾ, ശ്രീ പി കെ ജയന്തിയും പാർട്ടാണ് ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ്, ആ ഏഞ്ചൽ നെറ്റ്വർക്കുമായിട്ടും കേരള സ്റ്റാർട്ടപ്പ് മിഷന് ലിങ്കേജസ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് ഏഞ്ചൽ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ഉള്ള സഹായങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷൻ ഭാഗത്തു നിന്ന് എല്ലായ്പ്പോഴും ഉണ്ടാവും. Wish that this session will be extremely useful for all of you, and wish you all the very best, and looking forward to creating the angel network in the Central Travancore region very soon. Thank you very much. Thank you very much, Sarai. Thank you. നമുക്ക് തുടർന്ന് എനിക്ക് തോന്നുന്നത് പി കെ ജിയുടെ ക്ലാസ് തുടങ്ങുകയാണ് നല്ലത്. കാരണം അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യനാറും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. So now I welcome Mr. P.K. Gopalakrishnan, founder Malabar Angel Network. He is an angel, active angel investor in startups and a member of multiple angel networks, including the latest, largest angel network in India, Indian Angel Network. He has invested, over 15 startups in sectors like EV, that is electric vehicle, agri tech, FMCG, retail tech, media tech, marketing tech, sustainability sector, etc. He's now, I think, in Bangalore and in പല സ്റ്റാർട്ടപ്പുകളുടെയും മെന്ററായിട്ട് പലയിടത്തും വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹിസ് ഓൺ ബ്രെയിൻ ചൈൽഡും ഫൗണ്ടിങ് ടീമുമായിരിക്കുന്ന ഇൻക്യുബേറ്റഡ് ദാറ്റ് മൈസോൺ അതിനെക്കുറിച്ച് ഹി വിൽ സ്പീക്ക് അബൌട്ട് ദാറ്റ്. മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക് ഇൻ കണ്ണൂരിലെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ബൈജൂസ് ആപ്പും ഒക്കെ കേൾക്കുന്ന അവസരത്തിൽ തന്നെ. അപ്പോൾ ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് 30 വർഷത്തോളം കോർപ്പറേറ്റ് വേൾഡിൽ വാസ് വർക്കിംഗ് ആസ് എ സ്ട്രാറ്റജിക് പേഴ്സൺ വർക്കിംഗ് ഇൻ ദ ലൈൻ. വിപ്രോയിലും അതുപോലെ മൈൻട്രിയിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് വലിയ സന്തോഷമാണ്. അദ്ദേഹം CAA ഒരു മെമ്പറുമാണ്, ഈസ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ്. സോ ഐ ഇൻവൈറ്റ് Mr. P.K. Balakrishnan, founder Malabar Angel Network, to give his talk. Okay, കേൾക്കാമല്ലോ? കേൾക്കാം. Okay. At the outset, thanks a lot, Father Abraham and Dr. Saji Gopinath and the entire KSUM team for organizing this. ഞാൻ പറയേണ്ടത് മിക്കവാറും Dr. Saji Gopinath already has mentioned, but I will try and give some additional points. മലബാർ ഇന്നോവേഷൻ സോൺ ഒരു ഇൻക്യുബേഷൻ സെന്റർ ആണ് കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തത്. അത് കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ സ്റ്റാർട്ട് ചെയ്ത
പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇൻക്യുബേഷൻ സെൻ്ററാണ്. അവിടെ ഒരു 50ഓളം സ്റ്റാർട്ടപ്സ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സ്റ്റാർട്ടപ്സിന് ഫണ്ടിങ് പൈപ്പ് ലൈൻ വേണ്ടത് കൊണ്ട് ഞങ്ങൾ മലബാർ ഏഞ്ചൽ നെറ്റ്വർക്ക് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിലൊരു 20-25 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ മിക്കവാറും ലോക്കൽ ബിസിനസ്മെൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്മെൻ ആണ് മലബാർ ഏഞ്ചൽസിൽ ഇപ്പോൾ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇനിയും മെമ്പേഴ്സ് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മൾ ഇതുവരെ ഒരു 3 സ്റ്റാർട്ടപ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സജി പറഞ്ഞ പോലെ ഫാമേഴ്സ് ഫ്രഷ് സോൺ, അതായത് കൊച്ചി ബേസ്ഡ് ഫാം ടു കൺസ്യൂമർ ഓൺലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സേഫ് ടു ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതൊരു സ്റ്റാർട്ടപ്പാണ്. അതിൻ്റെ ഒരു കേസ് സ്റ്റഡി ഞാൻ ഇത് കഴിയാനാകുമ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പറയാം. രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് ഫ്ലൂ ട്രാക്ക് എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ അനാലിറ്റിക്സ്, അതായത് ബ്രാൻഡ്സിനെ പറ്റിയിട്ട് കസ്റ്റമേഴ്സ് സോഷ്യൽ മീഡിയയിൽ എന്താണ് പറയുന്നത്, അതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിൻ ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് കീ എക്സ്ട്രാക്ട്സ് എടുത്തിട്ട് ബ്രാൻഡിന് ഫീഡ്ബാക്ക് റിപ്പോർട്ട് ആസ് ടു വാട്ട് കസ്റ്റമേഴ്സ് ആർ തിങ്കിങ് അബൌട്ട് ഹിം. അതാണ് ആ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തേത് SP റോബോട്ടിക്സ്, അതൊരു ചെന്നൈ ബേസ്ഡ് സ്റ്റാർട്ടപ്പാണ്. അതായത് സ്റ്റുഡൻസ് റോബോട്ട്സ് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ഈ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് പഠിക്കാൻ വേണ്ടിയിട്ട് റോബോട്ട്സ് യൂസ് ചെയ്തിട്ട് സ്കൂളിലും ഫ്രാഞ്ചൈസി സെൻറ്റേഴ്സിലും ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പാണ് SP റോബോട്ടിക്സ്. അപ്പോൾ ഈ 3 സ്റ്റാർട്ടപ്സിലാണ് ഇതുവരെ ഞങ്ങൾ മലബാർ ഏഞ്ചൽസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും എത്രയോ ചെയ്യാനുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ഈ ഒരു മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മാസ്റ്റർ അല്ല എന്ന് ആദ്യം പറയട്ടെ. ഐ ആം ഓൾസോ എ സ്റ്റുഡൻറ് ട്രൈങ് ടു ലേൺ, ബിക്കോസ് എവറി ഡേ ഇസ് ഫുൾ ഓഫ് ലേണിംഗ് ആൻഡ് സർപ്രൈസ്. സോ വാട്ട് എവർ ഐ ഹാവ് gathered experience in the last 4 years, I will try and share. ഡോക്ടർ ഗോപിനാഥ് ഓൾറെഡി പറഞ്ഞു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. മിക്കവർക്കും ചിലപ്പോൾ കൺഫ്യൂഷനാണ്. ഈ സ്റ്റാർട്ടപ്പും ഒരു സംരംഭകമാണ്, അല്ലെങ്കിൽ ഒരു സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സും ഇറ്റ്സ് എൻ എന്റർപ്രൈസ് അല്ലെങ്കിൽ ലാർജ് എന്റർപ്രൈസ്. ബട്ട് വാട്ട് ഈസ് റിയലി എ സ്റ്റാർട്ടപ്പ്? സ്റ്റാർട്ടപ്പ് ഈസ് റിയലി എ ടെക്നോളജി എനേബിൾഡ്, അതായത് ടെക്നോളജി അതിൽ കോറാണ്. ടെക്നോളജി ലെവറേജിങ് ഈസ് വെരി വെരി കോർ ടു ദ സ്റ്റാർട്ടപ്പ്. ഇന്നോവേഷൻ ഈസ് വെരി കോർ ടു ദ സ്റ്റാർട്ടപ്പ്. എന്തെങ്കിലും ഒരു പുതുമ വേണം. ഒന്നുകിൽ പ്രോഡക്റ്റിൽ പുതുമ വേണം, അല്ലെങ്കിൽ സർവീസിൽ പുതുമ വേണം, അല്ലെങ്കിൽ ആ ബിസിനസ് മോഡൽ, അതായത് നമ്മൾ സർവീസ് ഡെലിവറി ചെയ്യുന്ന ബിസിനസ് മോഡലിൽ പുതുമ വേണം. ബട്ട് മോർ ഇമ്പോർട്ടൻറ്റ്, എബിലിറ്റി ടു സ്കെയിൽ റാപ്പിഡ്ലി. അതായത് ഒരു ഹൈപ്പർ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഹോക്കി സ്റ്റിക്ക് എന്ന് നമ്മൾ സാധാരണ പറയാമല്ലോ, 100% ഇയർ ഓൺ ഇയർ ഗ്രോത്ത്. അങ്ങനത്തെ ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഒരു ന്യൂ ഇൻഡസ്ട്രി കൂടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഓല, ഉബേർ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, അല്ലെങ്കിൽ ആമസോൺ, ഇവരൊക്കെ ഒരു പുതിയ പുതിയ ഇൻഡസ്ട്രീസ് ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് ഒരു കംപ്ലീറ്റ്ലി ന്യൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും സ്റ്റാർട്ടപ്സ്. കൺവെൻഷണൽ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് മെ നോട്ട് ഡു ദാറ്റ്. അപ്പോൾ ഇതാണ് കീ ഡിഫറൻസ്. സ്റ്റാർട്ടപ്സിനും സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. സെക്കൻഡ് ഡെഫിനേഷൻ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഈസ് ഓൺട്രപ്രണർ. ആരാണ് ഈ സംരംഭകൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർ? ഈസ് എ ഫൗണ്ടർ ടിപ്പിക്കലി ഇൻ 20s, mostly in 20s and 30s. അപ്പോൾ 80% ഓഫ് ദ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആർ ബിലോ, യു ക്യാൻ സേ 30 years. അതായത് ആ യങ്സ്റ്റേഴ്സ് ആണ് ഇതിൽ ഈ സ്റ്റാർട്ടപ്സ് തുടങ്ങുന്നത്. അത് പറഞ്ഞാൽ 50+ ഇല്ല എന്നല്ല, ബട്ട് ദാറ്റ് ഈസ് എ വെരി സ്മോൾ മൈനോറിറ്റി, മേ ബി 10%. ടിപ്പിക്കലി 80% ഓഫ് ദ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആർ യങ്സ്റ്റേഴ്സ്, ബട്ട് വിത്ത് വെരി വെരി ഇമാജിനേറ്റീവ് മൈൻഡ്. അതായത് അവർക്ക് അവരെ DNA തന്നെ ഒരു ഇമാജിനേഷനും ഇന്നോവേഷനുമാണ്. എന്തെങ്കിലും ഒന്ന് പുതിയത് നമ്മൾ ചെയ്യണം എന്നില്ല, ആ ഒരു ഇമാജിനേഷനാണ് അവരെ മനസ്സിലെപ്പോഴും ഉള്ളത്. തേർഡ്, വില്ലിംഗ് ടു ടേക്ക് ബിഗ് റിസ്ക്. ഇവർ റിസ്ക് അവേഴ്സ് അല്ല. ദേ ആർ വില്ലിംഗ് ടു ബെറ്റ് ദർ എൻറ്റയർ കരിയർ, ദേ ആർ വില്ലിംഗ് ടു ബെറ്റ് ദർ എൻറ്റയർ ലൈഫ് ഓൺ സ്റ്റാർട്ടപ്സ്. അപ്പോൾ ദേ ആർ വില്ലിംഗ് ടു ടേക്ക് ബിഗ് റിസ്ക് ആൻഡ് ദേ ഹാവ് വെരി ഗ്ലോബൽ ആംബിഷൻ. ഈവൻ കണ്ണൂർ തുടങ്ങിയാലോ, അല്ലെങ്കിൽ കൊച്ചി തുടങ്ങിയാലോ, അല്ലെങ്കിൽ ബാംഗ്ലൂർ തുടങ്ങിയാലോ, വെറും ഈ സിറ്റിയിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് മാത്രം ഈ എന്റർപ്രൈസ് വളർന്ന് വലുതാക്കണം എന്നല്ല അവരാഗ്രഹം ഗ്ലോബൽ ആംബിഷനാണ്. ഇപ്പോൾ ബൈജൂസിനെ നോക്കൂ, ഇറ്റ്സ് എ ഗ്ലോബൽ കമ്പനി. അല്ലെങ്കിൽ Paytm നോക്കൂ, ഇറ്റ്സ് എ ഗ്ലോബൽ കമ്പനി. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് നോക്കൂ, ഓഫ്കോഴ്സ് ഫ്ലിപ്കാർട്ട് ഈസ് ബൈ ആൻഡ് ലാർജ് ഇൻ ഇന്ത്യ, ബട്ട് ഇറ്റ്സ് ഓൾസോ ഹാസ് ഗ്ലോബൽ ആംബിഷൻസ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ഇൻ ദ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർ. തേർഡ്, ഏഞ്ചൽ ഇൻവെസ്റ്റർ. അത് ഡോക്ടർ സജി ഗോപിനാഥ് പറഞ്ഞ പോലെ ഇറ്റ്സ് പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ. ഏഞ്ചൽ ഇൻവെസ്റ്റർ ഈസ് നോട്ട് എ വാരൻ ബഫേ ഓർ എ ബിൽ ഗേറ്റ്സ്. ഇറ്റ് ഇസ്
common people like me, common people like you, who are reasonably financially secure. അതായത് അവര് അവരുടെ സ്വന്തം ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് എന്തെങ്കിലും സർപ്ലസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റബിൾ സർപ്ലസ് ഉണ്ടെങ്കിൽ ദേ ക്യാൻ ബി എൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ. ഇപ്പൊ ഇന്ത്യയിൽ ഇതിന്റെ ഡെഫിനിഷൻ ഗവൺമെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ US, ഇഫ് യു ഗോ ടു കൺട്രീസ് ലൈക്ക് US, ദർ ഇസ് എ കൺസെപ്റ്റ് കോൾഡ് അക്രഡിറ്റഡ് ഇൻവെസ്റ്റർ. അപ്പൊ അവരൊരു ഫൈനാൻഷ്യൽ ലിമിറ്റ്സ് വെച്ചിട്ടുണ്ട്. യു ഷുഡ് ഹാവ് എ നെറ്റ്വർത്ത്, minimum net worth of $1 million. You should have surplus money of 10%. At least you should be able to invest in startups. അങ്ങനെ അക്രഡിറ്റഡ് ഇൻവെസ്റ്റർ ആയിട്ട് ഒരു കൺസെപ്റ്റ്, ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് US ഗവൺമെന്റും മിക്ക യൂറോപ്യൻ ഗവൺമെന്റ്സും. ഇന്ത്യയിൽ സെബി അത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ബട്ട് ജനറലി ഗവൺമെന്റ് സേസ് യു ഷുഡ് ഹാവ് റീസണബിൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് യു ഷുഡ് ബി വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ദാറ്റ് ഇൻ സ്റ്റാർട്ടപ്സ്. അപ്പോൾ ആരാണ് ഈ ഏഞ്ചൽ ഇൻവെസ്റ്റർ? സോ ഹി ഹാസ് റീസണബിൾ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഹി ഈസ് വില്ലിംഗ് ടു ബാക്ക് ഐഡിയാസ്. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായത് മാത്രം പോരാ, ബട്ട് ഹി ഈസ് വില്ലിംഗ് ടു bet on ideas, is willing to bet on early stage organizations and entrepreneurs, but with small money. ഇപ്പോൾ ഓരോ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലേ, അതൊക്കെ വളരെ സ്മോൾ ടിക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് കൂടിയല്ല, ഇത് വെരി വെരി സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്, upwards of maybe 5 lakhs or maybe 10 lakhs, etc. It is not big money, it is small money. He invests and takes an equity share in the company. ഇപ്പോൾ ഡോക്ടർ ഗോപിനാഥ് പറഞ്ഞ പോലെ ഇതാണ് കീ ഡിഫറൻസ്, ദാറ്റ് യു ആർ എ പാർട്ട് ഓണർ ഓഫ് ദറ്റ് സ്റ്റാർട്ടപ്പ്. യു മേ ഹോൾഡ് ഓൺലി 0.5% ഓഫ് ദ ഷെയർ. Okay, suppose a startup is valued say 10 crores and you are investing 5 lakhs. You may get 0.5% of the company, but you are still a shareholder, you are an owner of the company without actually running the company, which is left to the entrepreneurs. VC and PE, I'll come back later. Okay, last point, valuation. വാല്യുവേഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും. ഓരോ ബില്യൺ, ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ നോക്കിയാൽ റിലയൻസ് ഈസ് വാല്യൂഡ് അറ്റ് $70 billion. 70 billion. Okay. Similarly, if you look at Flipkart, it is valued at 20. Latest valuation, Walmart I think is investing $2 billion. അപ്പോൾ Flipkart is valued now at about $25 billion. Okay. അപ്പോൾ ഓരോ ബൈജു, നമ്മുടെ കേരളത്തിൽ തന്നെ എക്സാമ്പിൾ, ബൈജു ഇസ് നൗ വാല്യൂഡ് അറ്റ് $11 billion. 11 billion എന്ന് പറഞ്ഞാൽ 77,000 crores in Indian rupees. So that's the valuation of Baidu. അപ്പോൾ വാല്യുവേഷൻ ഈസ് ദി എമൗണ്ട് യു റിക്വയർ ടു ബൈ ദാറ്റ് കമ്പനി. ഇപ്പോൾ ബൈജൂസ് നമ്മൾ വാങ്ങണം എന്ന് വെച്ചാൽ, ഇപ്പം ഗ്ലോബൽ ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബൈയിങ് ബൈജൂസ്, ഹി ഹാസ് ടു ഗിവ് $11 billion to Baiju Ravindran to buy the company. So that is the value of Baiju's. ഇത് ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ. ഇഫ് യു ലുക്ക് അറ്റ് വിപ്രോ, എൻ്റെ പഴയ കമ്പനി, വിപ്രോസ് ടേൺ ഓവർ ഈസ് $7 billion, but its valuation is only 2 times that. That is 14 billion maximum. വിപ്രോ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ you have to pay $14 billion. But if you want to buy Flipkart, you have to pay $22 billion. അപ്പോൾ ഇതാണ് ഈ ഡിഫറൻസ്. Flipkart started in 2007. In 13 years, he has been able to build a valuation of $25 billion. Wipro was started in 1947, but even after so many years, its value is at a small amount of $14 billion. So that is the difference between startup, which can grow rapidly, and conventional enterprises, which grows moderately at 10% or 15% maximum. Evaluation of it, we can come back. So, ഈ സ്റ്റാർട്ടപ്സ് എമർജ് ചെയ്യാൻ എന്താണ് കാരണം? ഇത് വെരി കൺവെൻഷണൽ ഗ്ലോബലൈസേഷൻ, അതായത് പോസ്റ്റ് 1991 ഇന്ത്യയിലെ എല്ലാ സീനും കംപ്ലീറ്റ് ആയി ചേഞ്ച് ആയി. വി ആർ എ നൗ വെരി കപ്പിൾഡ് എക്കോണമി. നമ്മുടെ സപ്ലൈ ചെയിൻ ഈസ് ഗ്ലോബൽ. അതായത് യു ക്യാൻ ഡിസൈൻ യുവർ കാർ ഇൻ ജർമ്മനി, യു ക്യാൻ ബൈ പാർട്സ് ഫ്രം ചൈന, യു ക്യാൻ അസംബിൾ ഇറ്റ് ഇൻ ഇന്ത്യ, ആൻഡ് യു ക്യാൻ സെൽ ഇറ്റ് ഇൻ ലാറ്റിൻ അമേരിക്ക. സോ യു ആർ റിയലി ഗ്ലോബൽ. ഓക്കെ, നമ്മളെ ബ്രാൻഡ്സ് നോക്കിയാൽ, ഒരു റീറ്റെയിൽ സ്റ്റോഴ്സിൽ പോയി ബ്രാൻഡ്സ് നോക്കിയാൽ 50% ഓഫ് ദ ബ്രാൻഡ്സ് ആർ കമ്മിങ് ഫ്രം ഔട്ട്സൈഡ്. സോ വി ആർ എ ഗ്ലോബൽ വില്ലേജ്, യു ക്യാൻ സേ. സെക്കൻഡ്, ടെക്നോളജി. ഇപ്പോൾ കാണുന്നതെല്ലാം ആപ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഈവൻ ബെവറേജസ് വാങ്ങുന്നത് ഇപ്പോൾ ആപ്പിലൂടെയാണ്. സോ വി ആർ എൻ ആപ്പ് എക്കോണമി, ബട്ട് ദ ആപ്പ് ഈസ് ബാക്ക്ഡ് അപ്പ് ബൈ അൽഗോറിതം.
The algorithm understands customer behavior, algorithm predicts demand, algorithm forecasts what supplies to be made, and algorithm delivers. So we are truly an algorithm or an app-based economy. Third, buying power. In 91 session, disposable income in India itself has gone up rapidly. So everybody can buy everything. It's like that, right? When I was a student, only very few people could buy cars. Today, you look at the number of cars that is being sold, 2 million. At least 2 years back, India 20 ലക്ഷം കാർ ആയിരുന്നു വിറ്റത്. So buying power has increased significantly. Asset ownership. So Dr. Saji Gopinath പറഞ്ഞ പോലെ everybody wants to pay per use. You don't want to own asset. So we have become a pay per use or pay per outcome economy. Millennials. So this is a completely new cohort of consumers. They don't want to own anything. They want to share. They want to have multiple career. Morning you can work in one company. Afternoon you can work in another company. So it has become a millennials-led economy. Urbanization. There are 8,000 towns in the country. 8,000 census towns who all can buy like what you can buy in Bangalore or in Mumbai. 8,000 towns in India. So tier 2 and tier 3, that's why I have written Bharat. This Bharat normally rural commerce or like rural demand is simply increased. Even in this COVID time, it is rural demand which is going to help Indian economy and not so much urban demand. So Bharat itself has its own problems, its own challenges. And there are so many startups which are trying to address the problems in Bharat. Now, farmers first zone is an example of a problem which is being addressed in the Bharat economy as well as in the Indian urban economy. Disruptive innovation, അതായത് എല്ലാം പുതുമയാണ്. ഇന്നലെ എന്താണുള്ളത് അത് ഇന്നുണ്ടാവില്ല, ഇന്നുണ്ടാവുന്ന നാളെ ഉണ്ടാവില്ല. അപ്പോൾ ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ ഈസ് റൂളിംഗ് ദ വേൾഡ്. ഓക്കെ, 10 കൊല്ലം മുമ്പേ ഓലയും ഉബേറും ഉണ്ടായിരുന്നില്ല അല്ലെ? അല്ലെങ്കിൽ 2007 മുമ്പില് ഫ്ലിപ്കാർട്ട് സ്റ്റാർട്ട് ചെയ്തതിനും ഇറ്റ് വാസ് ജസ്റ്റ് എ ബുക്ക് ഷെയറിംഗ് അല്ലെങ്കിൽ ബുക്ക് സെല്ലിംഗ് ഇ കോമേഴ്സ് കമ്പനി. ഇന്ന് നോക്കൂ ഇ കോമേഴ്സ് എവിടെയെല്ലാം എത്തി നോക്കൂ. യു ക്യാൻ ഈവൻ ബൈ യുവർ ഹൗസ് without seeing your house. You can buy it on digital world. And the entire world is VUCA world. അതായത് കംപ്ലീറ്റ് അനിശ്ചിതത്വം. കോവിഡ് വന്നതിന് ശേഷം ഇത് ഇനിയും ജാസ്തിയായി. അല്ലെങ്കിൽ ഈവൻ പ്രീ കോവിഡ് ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി വോളറ്റൈൽ വേൾഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീനാരിയോസിലാണ് സ്റ്റാർട്ടപ്സ് വരുന്നത്. ഇങ്ങനത്തെ ഒരു സീനാരിയോയിലാണ് ഈ കൺവെൻഷണൽ എന്റർപ്രൈസ്, അതായത് ലാർജ് കമ്പനീസ് ഇന്നോവേറ്റീവ് ചെയ്യാൻ പറ്റാത്ത ടൈമിലാണ് ഈ സ്റ്റാർട്ടപ്സ് എമർജ് ചെയ്യുന്നത്. ആൻഡ് ക്യാൻ യു ബി ലെഫ്റ്റ് ഔട്ട്? എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റാർട്ടപ്സിൽ ഒന്നുകിൽ നമ്മൾ ഇൻവെസ്റ്ററായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൺടർപ്രണറായിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു അക്കാഡമിക് റിസർച്ചറായിട്ട് you cannot leave startup, because even government, Dr. Saji Gopinath explained ഇതുപോലെ, whether it is Kerala Startup Mission, whether it is Government of India Startup Program, whether it is SIDBI, whether it is banks, whether it is other financial institutions, everybody is in the startup world. അപ്പോൾ ഈ വേൾഡിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഐ തിങ്ക് വി ആർ ഗോയിങ് ടു മിസ് ഔട്ട് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ എൻ്റെ മൈ അപ്പീൽ ടു ഓൾ ദ ബിസിനസ്മെൻ ഹു ആർ ഇൻ ദിസ് ഓഡിയൻസ്, അതായത് നിങ്ങളും ഈ സ്റ്റാർട്ടപ്പ് വേൾഡിന് വളരെ കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്തിട്ട്, വളരെ കെയർഫുള്ളായി സ്റ്റഡി ചെയ്തിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. Either you can be an investor or you can start a startup. So you should not leave this, you should not miss it out. അതാണ് എനിക്ക് പറയാനുള്ളത്. Your rewards 10x, അതായത് 100 rupees if you invest, it can become 1000 rupees typically over a period of 5 to 7 years. ഇത് പറഞ്ഞാൽ എല്ലാ സ്റ്റാർട്ടപ്സും ഡോക്ടർ ഗോപിനാഥ് പറഞ്ഞ പോലെ റിട്ടേൺസ് വരണമെന്ന് നിർബന്ധമില്ല. ടിപ്പിക്കലി 20% of the startups will give you very, very high returns. Another 40% of the startups will give you normal returns, and maybe balance 30-40% of the startups may not give you return, and definitely 10 or 20% of the startups will actually fail. Appo this is definitely a high risk game, but it is a high reward game. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ മിസ് ഔട്ട് ആകുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോൾ ഡോക്ടർ ഗോപിനാഥ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ, ഒരു 5000 അല്ലെങ്കിൽ ഒരു 6000 ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവുന്നതാണ് എൻ്റെ ധാരണ. കേരളം നോക്കുവാണെങ്കിൽ ഇപ്പോൾ മലബാറിലുള്ള ഒരു 20-25 ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ 4-5 ഏഞ്ചൽ ഗ്രൂപ്പ്സിൽ എല്ലാം നോക്കിയാലും
അൺലിസ്റ്റഡ് ഇൻഡിവിജ്വൽസും എല്ലാം കൂടി ഒരു മാക്സിമം 100-200 ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു വളരെ വളരെ എന്താണ് പറഞ്ഞ ഒരു മിനിമം നമ്പറാണ്. ഈ നമ്പർ അല്ല നമ്മൾക്ക് വേണ്ടത്. ഇന്ത്യൻ ഈ നമ്മളെ ബൈയിങ് പവറും നമ്മളെ ഡിസ്പോസിബിൾ ഇൻകം നോക്കിയാൽ വി ക്യാൻ ഹാവ് അറ്റ്ലീസ്റ്റ് 1 million, അതായത് 10 lakhs ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ഇൻ ദ നെക്സ്റ്റ് 5 years. അപ്പോൾ ഈ ഏഞ്ചൽ ഗ്രൂപ്പ്സ് ഡോക്ടർ ഗോപിനാഥ് എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഈ ഏഞ്ചൽ ഗ്രൂപ്പ്സിന്റെ ഒരു ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ഡീമിസ്റ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഈ ക്ലാസിന്റെ തന്നെ മുഖ്യ ഒബ്ജക്റ്റീവ് അതാണ്. അതായത് ഐ എം ട്രൈങ് ടു ഡീമിസ്റ്റിഫൈ വാട്ട് ഈസ് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ്. ഇറ്റ് ഈസ് സിമ്പിൾ, റൈറ്റ്? ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു എക്സിക്യൂട്ട്. അത് ഞാൻ 4-5 സ്ലൈഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ഈസി ഇറ്റ് ഈസ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് റിസ്കി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, സ്പെഷ്യലി നിങ്ങൾ ഒരു ഏഞ്ചൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ. അപ്പോൾ വാട്ട് ക്യാൻ യു ഡു? ഇതർ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ റൈറ്റ് ഏജും നിങ്ങൾക്ക് റൈറ്റ് ആറ്റിറ്റ്യൂഡും നിങ്ങൾക്ക് റൈറ്റ് ഐഡിയ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ സ്റ്റാർട്ടപ്പ് ഇഫ് യു ആർ ഇൻ എ കൺവെൻഷണൽ ബിസിനസ്. Otherwise, you can be an investor like people like me who couldn't start anything of our own in our lifetime. So why should you be an angel investor? ഇപ്പോൾ ഇതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഗിവ്സ് ഹയസ്റ്റ് റിട്ടേൺ ഫ്രം എനി അസറ്റ് ക്ലാസ്. ഓക്കെ, എനിക്ക് ഒരു ചാർട്ട് വരുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം. ഐ വിൽ ഫസ്റ്റ് ഗോ ടു ചാർട്ട്. ഇപ്പോൾ ഈ ടിപ്പിക്കൽ പോർട്ട്ഫോളിയോ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കിയാൽ ദിസ് ഈസ് ദ ഹോൾ ഗാമറ്റ്. അതായത് നിങ്ങൾക്ക് എവിടെയെല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. യു ക്യാൻ പുട്ട് ഇൻ സിമ്പിൾ ബാങ്ക് ഡിപ്പോസിറ്റ്. ഇറ്റ് ഗിവ്സ് എ റിട്ടേൺ ഓഫ് 4-7%. യു ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്. Till last year, it gave return of 4-6%. പക്ഷേ ലാസ്റ്റ് ഇയർ മുതൽ ഗോൾഡ് ഹാസ് ബിക്കം എ വെരി അട്രാക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ഈക്വൽ എന്ന് തന്നെ ജാനുവരി 2020 മുതൽ ഈ 6 മാസം ഗോൾഡ് ഹാസ് ഗിവൺ 30% റിട്ടേൺ. ബട്ട് ടിപ്പിക്കലി ഒരു 10-15 കൊല്ലത്തെ പ്ലാനിങ് അല്ല ഒരു ടൈം ഹൊറൈസൺ നോക്കിയാൽ ഇറ്റ് ഗിവ്സ് യു 6% മാക്സിമം. ഇറ്റ് ഹാസ് ഗിവൺ 6% മാക്സിമം. ബട്ട് ഐ തിങ്ക് നെക്സ്റ്റ് 2-3 years ഗോൾഡ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് മോർ റിട്ടേൺസ്. നമ്മളെ LIC ടേം പോളിസി അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഇറ്റ് ഗിവ്സ് 4-6%. ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഗിവ്സ് 7-8%. ലാൻഡ് ചില ലാൻഡ് ഒരു സൈക്കിളാണ്, ബട്ട് ടിപ്പിക്കലി അഗെയിൻ ഒരു ലോങ്ങർ പീരീഡ് നോക്കിയാൽ ഇറ്റ് ഗിവ്സ് യു മാക്സിമം 7-10%. ഇപ്പോൾ കഴിഞ്ഞ 4-5 കൊല്ലം നോക്കിയാൽ ആക്ച്വലി ഇറ്റ് ഈസ് ഗിവിംഗ് യു നെഗറ്റീവ് റിട്ടേൺ. ലാൻഡ് ഇറ്റ് ഗിവ്സ് യു നെഗറ്റീവ് റിട്ടേൺ. മ്യൂച്വൽ ഫണ്ട്സ് ഓർ എ പീരീഡ് ഓഫ് ടൈം ഗിവ്സ് യു 12%. നിങ്ങളെ ഓൺ ബിസിനസ്, ഇപ്പോൾ ഇതിൽ ഈ ഓഡിയൻസിൽ ബിസിനസ് മാൻ ഉണ്ടല്ലോ, നിങ്ങളെ ഓൺ ബിസിനസ് മേ ബി ഇറ്റ് ഗിവ്സ് യു 15%, റൈറ്റ്? മേ ബി ഇഫ് യു ആർ എക്സെപ്ഷണലി ഗുഡ് ഓർ ഇഫ് യു ആർ എക്സെപ്ഷണലി ലക്കി യു മൈ ഗെറ്റ് 30%. ബട്ട് ജനറലി ഓൺ ആൻ ആവറേജ് യു ഗെറ്റ് 15%. ഈക്വിറ്റി ഷെയർ മാർക്കറ്റിൽ, അതായത് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു മേ ഗെറ്റ് ഓൺ ആൻ ആവറേജ് ബിറ്റ്വീൻ 12-15%. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ മിക്ക അസറ്റ് ക്ലാസസിലെയും ജനറൽ റിട്ടേൺസ്. ഇപ്പൊ നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം, നോ ഐ ഹാവ് ഗോട്ട് 100% റിട്ടേൺ ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ ഹിന്ദുസ്ഥാൻ ലിവർ. യു ക്യാൻ സേ മേ ബി, ബട്ട് ദാറ്റ് ഇസ് എൻ എക്സെപ്ഷൻ. ദിസ് ഈസ് ഓൺ ആൻ ആവറേജ് ഇഫ് യു ഹാവ് എ പോർട്ട്ഫോളിയോ. For startups, it is understood that if you invest in 10 startups, okay, with some minimum amount, let us assume that you invest 2.5 lakhs in each startup. So if you invest in 10 startups at the rate of 2.5 to 5 lakhs, so typically you are investing 25 to 15 lakhs in startups over a period of 2 to 3 years. You can be reasonably confident that you will get 30% per annum return. അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ 10 സ്റ്റാർട്ടപ്പിൽ 2-3 വിൽ ഗിവ് യു ഹ്യൂജ് റിട്ടേൺ. ഓക്കെ, ലൈക്ക് ഫ്ലിപ്കാർട്ട് ഓർ ഫ്ലിപ്കാർട്ടിന്റെ ആദ്യത്തെ ഇൻവെസ്റ്റർ, അതായത് 2007 ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഗോട്ട് 1000x. ₹1 ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 1000 rupees. വാൾമാർട്ട് ലാസ്റ്റ് ഇയർ വന്ന് ഫ്ലിപ്കാർട്ടിനൊക്കെ അക്വയർ ചെയ്തപ്പോൾ ദ റിട്ടേൺസ് ടു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വെർ 1000x. ഓക്കെ, അപ്പോൾ ബട്ട് as I said, ചില സ്റ്റാർട്ടപ്സ് ഫെയിൽ ആവും. അപ്പോൾ ഓൺ ആൻ ആവറേജ് യു ക്യാൻ എക്സ്പെക്ട് 30% ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇത് ഗ്യാരണ്ടീഡ് അല്ല, അത് ആദ്യമേ ഇനിയും പറയാം, ബട്ട് യു ക്യാൻ എക്സ്പെക്ട് 30% ഇഫ് യു ഹാവ് എ പോർട്ട്ഫോളിയോ. അപ്പോൾ നമ്മളെ തീസിസ് അല്ലെങ്കിൽ തിയറി ഇതാണ്, അതായത് ഇഫ് യു ആർ കറന്റ്ലി ഇൻവെസ്റ്റിംഗ് ഇൻ ഓൾ ദീസ് പ്ലേസസ്, യു ക്യാൻ ഓൾസോ ലുക്ക് അറ്റ് ഇൻവെസ്റ്റിംഗ് ഹിയർ 10%, okay, of your
surplus. 90% you continue to invest here. Okay, you don't want to take too much risk. You want to be conventional. You don't want to really get into the startup world. You can be here with 90% of your investable surplus. But 10% you can allocate and you can start small. As I said, pick up good startups through the angel networks, invest very minimal amount, build a portfolio of 5 to 10 startups, keep it for 5 years, and then you can be reasonably sure that you will get a 30% return. വേറെ ഒന്ന് അച്ഛാ ഈ ഗ്രാഫ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇത് ലോ റിവാർഡ്, ഇത് ഹൈ റിവാർഡ് ആണ്. ഈ എക്സ് ആക്സിസ് ലോ റിസ്ക്, ഹൈ റിസ്ക്. ഓക്കെ, വേറൊരു ഡയമെൻഷൻ ലിക്വിഡിറ്റി ആണ്. അപ്പോൾ ഈ ലിക്വിഡിറ്റി, ഇപ്പോൾ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്, യു ഗോ ടു ദ ബാങ്ക്, യു ക്യാൻ ഗെറ്റ് ദ മണി ഇൻ 1 day's time. LIC, it is locked. Land is locked. Gold is by and large locked. Of course, you can get loans. Own business is by and large locked. So, liquidity also will vary depending on the asset class. And liquidity is certainly not very easy in startup. അതായത് നിങ്ങൾക്ക് ഇന്ന് ₹1 ഇൻവെസ്റ്റ് ചെയ്ത് നാളെ തന്നെ എനിക്കത് ₹1 തിരിച്ചു വാങ്ങണം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് വെരി ഈസി. അത് ഞാൻ പറയാം എങ്ങനെയാണ് ലിക്വിഡിറ്റി കിട്ടുമെന്ന് ഞാൻ ഇനി സബ്സിക്വന്റ് സ്ലൈഡിൽ പറയാം. ബട്ട് ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഡയമെൻഷൻ. അപ്പോൾ ഇത് ഈ സ്ലൈഡ് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ you can get higher reward with, of course, higher risk, right? But if you build a portfolio of startups, you can be assured, okay? You can have confidence. Assured is the wrong word. You can be confident that you can get 30% returns in 5 years' time per annum, 30% per annum. ചില ആൾക്കാർ ഇപ്പോൾ I was reading Sanjay Mehta is one of the most prolific, അതായത് leading investors in India. Sanjay Mehta, you can look up at Google. He has started a fund also called 100x.vc. Sanjay Mehta and oil invest ചെയ്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇയർ he got a return of 268 times. അതായത് ₹1 5 കൊല്ലം മുമ്പേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് he has got 268 rupees in 5 years. So you can calculate the return. Okay, same thing with many other startups which have really become big and which have really got very high valuation. അപ്പോൾ why should you be an angel investor? ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത അതൊരു വളരെ ക്ലിയർ റീസൺ ആണ്. It gives by far the highest returns from any asset class. You get excitement. അതായത് ഈ സ്റ്റാർട്ടപ്സ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ഗെറ്റ് ടു നോ ന്യൂ ബിസിനസ്സസ്. നിങ്ങൾക്ക് പുതിയ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാം. നിങ്ങൾ പുതിയ ഏഞ്ചൽ നെറ്റ്വർക്ക്സ് വരും. ഇൻഡസ്ട്രീസ്, ഇപ്പൊ ഞാൻ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ എനിക്ക് 3 കൊല്ലം മുമ്പേയും ഇപ്പം നോക്കിയാൽ എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രിയുടെ എന്റെ സ്വന്തം അണ്ടർസ്റ്റാൻഡിങ് എത്രയോ ജാസ്തിയാണ്. അപ്പൊ ഞാനൊരു സ്റ്റുഡന്റ് ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിളിനെ പറ്റി പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ പുതിയ ഇൻഡസ്ട്രി, ഇപ്പൊ നിങ്ങളൊരു ടയർ ഡീലർ ആണെന്ന് വെച്ചോളൂ, യു ക്യാൻ ഗെറ്റ് ടു നോ അതർ ഇൻഡസ്ട്രീസ് ബൈ ഇൻവെസ്റ്റിംഗ് ഇൻ സ്റ്റാർട്ടപ്സ്. നിങ്ങൾ ആ കമ്പനി റൺ ചെയ്യുന്നില്ല എന്നേ ഇല്ലൂ, പക്ഷേ ഈ ക്വാർട്ടർലി അപ്ഡേറ്റും പീരിയോഡിക്കൽ അപ്ഡേറ്റ്സും ഇവർ തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിൽ ഓട്ടോമാറ്റിക് ആ ഇൻഡസ്ട്രീനെ പറ്റി പഠിക്കേണ്ട സാധ്യത വരും. പ്രൊഫഷണൽ നോളജ് നെറ്റ്വർക്ക്, ഗെറ്റിംഗ് ടു നോ ആൻഡ് ക്രിയേറ്റ് ന്യൂ ബിസിനസ്സസ്. സെക്കൻഡ് ഇന്നിങ്സ്, ഇപ്പൊ എന്നെ പോലെ 30-35 കൊല്ലം കോർപ്പറേറ്റ്സിൽ ജോലി ചെയ്തവർക്ക് ഇത് ക്ലിയർലി ഒരു സെക്കൻഡ് ഇന്നിങ്സ് ആണ്. അതായത് നമ്മൾ നമ്മുടെ സ്വന്തം കമ്പനി നടത്തുന്നില്ലെങ്കിൽ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനീസ് എങ്ങനെയാണ് നടക്കുന്നത്, ആ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ മെന്റർഷിപ്പ്, അതായത് ചില സ്റ്റാർട്ടപ്സിന് യു ക്യാൻ മെന്റർ ആൻഡ് യു ക്യാൻ spend your whatever knowledge you have acquired, you can give it to them, you can help them grow. Okay, അപ്പോൾ ഈ ഏഞ്ചലിന്റെ മലയാളം ട്രാൻസ്ലേഷൻ തന്നെ സഹായിക്കണം എന്നാണ്. അതായത് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒബ്ജക്റ്റീവാണ് ഏഞ്ചലിൻ്റെത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ആർഗ്യുമെന്റ്. അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഏഞ്ചൽ ഇൻവെസ്റ്റർ ആവണം, നിങ്ങൾ എന്തുകൊണ്ട് ഈ വേവ് നിങ്ങൾ എന്തുകൊണ്ട് മിസ് ഔട്ട് ആകരുത്. അതായത് യു ഹാവ് ടു ബി ഇൻ ദിസ് വേവ്. ഇനി ഇപ്പൊ 2020 ഇപ്പോൾ കോവിഡ് കുറച്ച് സെറ്റ് ബാക്ക് ഉണ്ട്, ബട്ട് ബൈ 2025
I can assure you, India ഇപ്പോൾ number 3 or number 5 ആണ് വേൾഡിൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ. India will be the number 1. And കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കഴിഞ്ഞ 5 കൊല്ലത്തെ പ്രയത്നം കൊണ്ട് ഇപ്പോൾ കേരള ഈസ് ഓൾമോസ്റ്റ് number 1 സ്റ്റേറ്റ്, മേ ബി top 3. ഓക്കെ, കേരള വിൽ ബിക്കം ദ ഹോട്ട് ബെഡ് ഓഫ് സ്റ്റാർട്ടപ്സ്. ഇപ്പൊ ഇന്നത്തെ മാതൃഭൂമി ഞാൻ വായിക്കുമായിരുന്നു. ഇന്നത്തെ മാതൃഭൂമി നിങ്ങൾ വായിച്ചാൽ 2 സ്റ്റാർട്ടപ്പ്, എനിക്ക് തോന്നുന്നു രണ്ടും കൊച്ചിയിലാണ്, 2 സ്റ്റാർട്ടപ്പ് ഇസ്താംബൂളിലെ ഒരു കോൺടെസ്റ്റിൽ 1,00,000 സ്റ്റാർട്ടപ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു കോൺടെസ്റ്റിൽ 2 കേരള ബേസ്ഡ് സ്റ്റാർട്ടപ്സ് ആണ് അതിൽ ലാസ്റ്റ് റൗണ്ടിൽ വന്ന് നിൽക്കുന്നത്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് ഗവൺമെന്റ് റെക്കോർഡ്സ് ഡിജിറ്റൈസ് ചെയ്തിട്ട് അതിന്റെ എക്സ്ട്രാക്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഞ്ചിൻ മുഖാന്തരം എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പാണ്. കീറ്റ്സ് അങ്ങനെ എന്തോ പേര്. രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് വെരി കൺവെൻഷണൽ ബിസിനസ് ബട്ട് ന്യൂ ബിസിനസ് മോഡൽ, അതായത് അടുത്തുള്ള ഹോം മേക്കേഴ്സിന്റെ ഫുഡ് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ്, സെലിബിയസ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്. ഈ 2 സ്റ്റാർട്ടപ്സിനെ പറ്റിയും ഇന്നത്തെ മാതൃഭൂമിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ കേരള ഈസ് ഗോയിങ് ടു ബിക്കം എ ഹോട്ട് ബെഡ് ഓഫ് സ്റ്റാർട്ടപ്സ് ഇൻ ദ നെക്സ്റ്റ് 5 years ആൻഡ് ഇന്ത്യ ഡെഫിനറ്റ്ലി ഈസ് ഗോയിങ് ടു ബി എ ഹോട്ട് ബെഡ് ഓഫ് സ്റ്റാർട്ടപ്സ്. ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു 40,000 സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഞാൻ 5,000 ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ 40,000 സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഓരോ കൊല്ലം 2,000 സ്റ്റാർട്ടപ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓരോ കൊല്ലം ഏകദേശം ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഈ 5,000 അല്ലെങ്കിൽ ഒരു 6,000 ആൾക്കാർ ഏകദേശം ഒരു 800 കോടി ആണ് ഈ സ്റ്റാർട്ടപ്സിൽ എവറി ഇയർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടപ്സിന്റെ സീൻ. അപ്പോൾ നിങ്ങൾ ഓരോരാളും ഈ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോരാളും ബിസിനസ്മെൻ ആവട്ടെ, അല്ലെങ്കിൽ അക്കാഡമിഷ്യൻ ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കോർപ്പറേറ്റ് എംപ്ലോയി ആവട്ടെ, യു ക്യാൻ ഇൻവെസ്റ്റ്. ഇപ്പൊ ഞാൻ കോർപ്പറേറ്റ് സീൻ വിട്ടത് 2016 സ്റ്റാർട്ടപ്പ് ആക്ച്വലി ഈ സീൻ എമർജ് ചെയ്യുന്നത് 2012, 2013 മുതലാണ്. ഇപ്പോഴെന്റെ ഒരു റിഗ്രറ്റ് എന്താണെന്ന് വെച്ചാൽ 2013 മുതൽ ഞാൻ എന്തുകൊണ്ട് ഈ കളരിയിൽ ഈ ഫീൽഡിൽ എന്തുകൊണ്ട് വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ സെമിനാറിൽ കോർപ്പറേറ്റ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരോടും അപ്പീൽ ചെയ്യുന്ന ഇതാണ്, അതായത് ഡോണ്ട് മിസ് ഔട്ട്. ഓക്കെ, യു ഹാവ് പ്ലെന്റി ഓഫ് മണി, you try and see how you can be in the startup ecosystem. Okay, now ഇത് വളരെ കീ സ്ലൈഡ് ആണ്. ഇതാണ് ഇതിന്റെ എസെൻസ്. എങ്ങനെയാണ് ഫണ്ടിങ് റൗണ്ട്സ് വരുന്നതും എങ്ങനെയാണ് റിട്ടേൺ വരുന്നതും. ടിപ്പിക്കലി അഗെയിൻ ഡോക്ടർ ഗോപിനാഥ് പറഞ്ഞ പോലെ യു സ്റ്റാർട്ട് ഇൻ ഐഡിയ സ്റ്റേജ്, യു ഗെറ്റ് ഗവൺമെന്റ് ഗ്രാന്റ്. KSM തന്നെ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഗ്രാന്റ് ഉണ്ട്, സ്കെയിലപ്പ് ഗ്രാന്റ് ഉണ്ട്, അതേപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ ഗ്രാന്റ് ഉണ്ട്, സിഡ്ബിയുടെ ഗ്രാന്റ് ഉണ്ട്, നബാർഡിനെ പോലെയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഗ്രാന്റ് ഉണ്ട്. പിന്നെ യുവർ ഓൺ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, യു ടേക്ക് മണി ഫ്രം ദം ആൻഡ് യു സ്റ്റാർട്ട്. ഈ റൗണ്ടാണ് ബൂട്ട് സ്ട്രാപ്പ് റൗണ്ട് എന്ന് പറയുന്നത്, റൗണ്ട് നമ്പർ 1. റൗണ്ട് നമ്പർ 2 ഏഞ്ചൽ റൗണ്ട്. ഓക്കെ, ഈ ഏഞ്ചൽ റൗണ്ട് ആകുമ്പോഴത്തേക്കും ഈ സ്റ്റാർട്ടപ്പ് 1-2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, അവർക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാവും, അതിൽ അവർക്കൊരു പേയിങ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, റവന്യൂ ഉണ്ടാവും, 4 കോടി ഉണ്ടാവും, ചിലപ്പോൾ 50 ലക്ഷം ഉണ്ടാവും, ചിലപ്പോൾ 20 ലക്ഷം ഉണ്ടാവുന്നു. പക്ഷേ റവന്യൂ ഉണ്ട്, പേയിങ് കസ്റ്റമേഴ്സ്, അതായത് ഒരു വാലിഡേഷൻ വന്നു, കസ്റ്റമേഴ്സ് ആർ വില്ലിംഗ് ടു പേ ഫോർ ദിസ് പ്രോഡക്റ്റ് ഓർ പേ ഫോർ ദിസ് സർവീസ്. അപ്പോൾ ആ റൗണ്ടിൽ യു go and meet angel networks and you take money from angel groups. അപ്പോൾ ടിപ്പിക്കലി യു ഡൈല്യൂട്ട് 15 to 25%. അതായത് നിങ്ങളുടെ കമ്പനി ഇപ്പം ഇഫ് യു ആർ ദ ഓൺടർപ്രണർ, യു ഓൺ 100%. ഈ റൗണ്ട് വരുമ്പോഴത്തേക്കും യു ഡൈല്യൂട്ട് ഇറ്റ് 25%. 75% ownership will be with you and balance 25% will be with the angel investors and you get money something like 4 crores. അപ്പോൾ നിങ്ങളുടെ വാല്യൂഷൻ will be about 16 crores. So 16 into 1/4 is 4 crores. So that's how the valuation is decided. ഇതിനെപ്പറ്റി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പിന്നെ പറയാം ഫാമേഴ്സിന്റെ കേസ് സ്റ്റഡി പറയുമ്പോൾ. ഏഞ്ചൽ റൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും കമ്പനി ഗ്രോ ചെയ്യുക, 1 കൊല്ലം ഗ്രോ ചെയ്യുക, ഹൈപ്പർ ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോവുക. അപ്പോൾ then you go for Series A, അതായത് there are venture capitalists. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് they put their own money, venture capitalists others money. അവർ ഇങ്ങനെ 50-100 ആൾക്കാരുടെ അടുക്കുന്ന മണി കളക്ട് ചെയ്തിട്ട്, നമ്മൾ പണ്ടത്തെ ചിറ്റ് ഫണ്ടിനെ പോലെ മണി കളക്ട് ചെയ്തിട്ട് അതൊരു കോർപ്പസ് ആയിട്ട് ആ കോർപ്പസ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും സ്റ്റാർട്ടപ്സ്. പക്ഷെ ഇതിൽ കുറെ റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ ഗോപിനാഥ് പറഞ്ഞ പോലെ ഇഫ് യു ഹാവ് ടു ബി എ VC ഫണ്ട് യു വിൽ ബി അണ്ടർ SEBI റെഗുലേഷൻ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജാണ് VCs, ഏർലി സ്റ്റേജ് VCs. അവർ ടിപ്പിക്കലി ഒരു 3 million അല്ലെങ്കിൽ 5 million, അതായത് $5 million സ്റ്റാർട്ടപ്സിന് കൊടുക്കും. ആൻഡ് ബൈ ദ ടൈം ദ വാല്യൂഷൻ വുഡ് ഹാവ് ബിക്കം 2x or 5x.
ഓക്കെ, ഇപ്പൊ ഞാൻ ഈ റൗണ്ടിൽ ഒരു എക്സാമ്പിൾ പറയാം. ഈ റൗണ്ടിൽ ഞാൻ ഒരു 20 കോടി ആണ് വാല്യുവേഷൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ നെറ്റ്വർക്ക് 4 കോടി ഇൻവെസ്റ്റ് ചെയ്തു. ഈ റൗണ്ട് ആകുമ്പോഴത്തേക്കും ഈ 20 കോടി വാല്യുവേഷൻ വിൽ ബിക്കം 5 times, സേ 100 crores ദ വാല്യുവേഷൻ വിൽ ബിക്കം. ഈ എന്തുകൊണ്ട് ഈ 100 crores, അതായത് ഈ കമ്പനി ഗ്രോ ചെയ്തു. ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ഈ കമ്പനി ഹാസ് ഇൻക്രീസ് റവന്യൂ, it has gained more customers, it has expanded into more geographies, it has probably become an early stage global company, it has added new products. അപ്പോൾ ഈ ഓരോ റൗണ്ടിലും ആ കമ്പനി വലുതായിക്കൊണ്ട് വരുവാണ്, ആ കമ്പനി വളർന്നുകൊണ്ട് വരുവാണ്. അപ്പോൾ ഈ റൗണ്ട് ആകുമ്പോഴത്തേക്കും ആ വാല്യുവേഷൻ ബിക്കം 5x, ആൻഡ് ദെൻ നെക്സ്റ്റ് റൗണ്ട് B2E, ആൻഡ് നെക്സ്റ്റ് റൗണ്ട് മേ ബി IPO ഓർ സ്ട്രാറ്റജിക് ബയോ. ഇപ്പോൾ നിങ്ങൾ ഫ്ലിപ്കാർട്ട് ബൈജു നോക്കുവാണെങ്കിൽ ഈ സംവെയർ ഹിയർ ഈസ് ഇൻ സീരീസ് G ആക്ച്വലി. ഇപ്പോൾ ബൈജു 2004-ലോ 2006-ലോ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ആക്ച്വൽ ഗ്രോത്ത് ഹസ് കം ഇൻ 2012 വരെ ബൈജു രവീന്ദ്രൻ സ്വന്തമായിട്ട് ക്ലാസ് എടുക്കുന്ന ആളായിരുന്നു, സ്റ്റേഡിയത്തിലും അല്ലെങ്കിൽ ക്ലാസ് റൂമിലും. അപ്പോൾ അന്നേരം വളരെ ചെറിയ ഗ്രോത്ത് ആയിരുന്നു. 2012 മുതലാണ് അവർ ആക്ച്വലി ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ബൈജു ഉള്ളത് ഓൾമോസ്റ്റ് ലൈക്ക് സീരീസ് G, അല്ലെങ്കിൽ ഓല ഇല്ലത് സീരീസ് Gയിലാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിക്കോൺ എടുത്താലും അവരൊക്കെ ഇപ്പോൾ സീരീസ് Gയിലാണ്. ചില ആൾക്കാർ IPO പോയി, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ബയോ. Flipkart is a prime example. Flipkart last year was strategically bought out by Walmart. അതായത് 20 ബില്യൺ ഡോളേഴ്സ് വാല്യുവേഷൻ ആയിരുന്നു ഫ്ലിപ്കാർട്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ 80%, ഏകദേശം $16 ബില്യൺ വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിന് പേ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് പേ ചെയ്തിട്ട് വാൾമാർട്ട് അക്വയർഡ് ഫ്ലിപ്കാർട്ട് ഇൻ 2019. ഓക്കെ, അപ്പോൾ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ 2012 അല്ലെങ്കിൽ 2010 ഫ്ലിപ്കാർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അയാള് ഈ റൗണ്ട് ഇതൊക്കെ കഴിഞ്ഞ് അയാൾ ഈ കണ്ടിന്യൂസ് ടു ബി എൻ ഇൻവെസ്റ്റർ, ആൻഡ് മേ ബി വെൻ വാൾമാർട്ട് കെയിം he got a 1000x returns in this stage. 1000x, അതായത് ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ 2008, ഓക്കെ, 2008-ലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. 2020, അതായത് 12 കൊല്ലത്തിൽ അവർക്ക് ഒരു 1000 മൾട്ടിപ്പിൾ റിട്ടേൺ തയ്യാറാണ്. അപ്പൊ ഇതാണ് ടിപ്പിക്കലി ഈ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എന്താണ് പറയുക ലാൻഡ്സ്കേപ്പ്. അതായത് ഐഡിയ സ്റ്റേജ്, പിന്നെ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് സ്റ്റേജ്, then early stage, early growth stage, late growth stage, and finally you become a mature company which can be listed in stock exchange or which can be bought out by bigger companies. ഇപ്പൊ എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനിയും സ്ട്രാറ്റജിക് ബൈഔട്ട് നോക്കുവാണ്. ഇപ്പൊ നിങ്ങൾ വിപ്രോ തന്നെ നോക്കിയാൽ വിപ്രോ ഹാസ് ബോട്ട് അബൌട്ട് 20 സ്റ്റാർട്ടപ്സ്. 20. റിലയൻസ്, ബെസ്റ്റ് എക്സാമ്പിൾ. റിലയൻസ് ഹാസ് ഇൻവെസ്റ്റഡ് ഇൻ അബൌട്ട് 20 സ്റ്റാർട്ടപ്സ്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ സ്റ്റാർട്ടപ്സിന്റെയും ഗോൾ ഇതാണ്. അതായത് നമ്മൾ എത്രയും വേഗം ഈ സ്റ്റേജ് പോവുക ആൻഡ് ഫൈനലി ഈ സ്റ്റേജ് പോവുക. ഇത് പറയാൻ എളുപ്പമാണ്, ബട്ട് ഇഫ് യു ഹാവ് ദ റൈറ്റ് ഐഡിയ, ഇഫ് യു ആർ ഇൻ ദ റൈറ്റ് മാർക്കറ്റ്, ഇഫ് യു ഹാവ് ദ റൈറ്റ് ടീം, ഇഫ് യു ആർ യൂസിങ് ടെക്നോളജി ഇന്നോവേറ്റീവ്ലി, ദിസ് ഈസ് എ മാറ്റർ ഓഫ് 5-6 years, മേ ബി മാക്സിമം 10 years. ഓക്കെ, അപ്പൊ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററായി ഈ റൗണ്ടിൽ ജോയിൻ ചെയ്താൽ യു ക്യാൻ ഗെറ്റ് മോസ്റ്റ്ലി എക്സിറ്റ് ഹിയർ ഇൻ സീരീസ് ബി. സീരീസ് എയിൽ എക്സിറ്റ് കിട്ടാൻ വിഷമമാണ്. സീരീസ് ബി ആകുമ്പോഴത്തേക്ക് മിക്കവാറും എക്സിറ്റ്, അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഷെയർ വിറ്റിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ഗെറ്റ് ദ മണി ബാക്ക്. യുവർ ഷെയർ വിൽ ബി ബോട്ട് ബൈ VCs, either in early stage or in final or in the next. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അതേ ചാർട്ടാണ്. അതായത് ഐഡിയ സ്റ്റേജിൽ ഏഞ്ചൽ സ്റ്റേജ്, ലേറ്റ് സ്റ്റേജ് VC, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി, IPO. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസ് ഇട്ടാൽ നമ്മൾ at the end of this another 10 minutes I think I can conclude, and then we can start picking questions, and then I can go back to the slides. Okay, ഞാൻ ഏഞ്ചൽ ഇൻവെസ്റ്ററിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇത് ജസ്റ്റ് ക്വാളിറ്റേറ്റീവ് കമന്റ്സ്. അപ്പോൾ ഇതിൽ ഒന്നും നോക്കേണ്ടത് ഈ ഇൻവെസ്റ്റ്മെന്റ് ഒരു വലിയ സംഭവം അല്ല ആക്ച്വലി. ഇത് യു ക്യാൻ ഇൻവെസ്റ്റ്, ഇഫ് യു ഹാവ് സം മണി യു ക്യാൻ ഇൻവെസ്റ്റ് ആസ് ലോ ആസ് 5 lakhs.
ചില ഏഞ്ചൽ ഗ്രൂപ്പ്സ് ഇപ്പൊ നമ്മളെ മലബാർ തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. SP റോബോട്ടിക്സ് നമ്മൾ 13 ആൾക്കാരായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. SP റോബോട്ടിക്സ്, ആ റോബോട്ടിക്സ് കമ്പനിയിൽ. അതിൽ ഈ 13 ആൾ ഓരോരാളും 2.5 ആണ് ആ കമ്പനിക്ക് കൊടുത്തത്. അതുപോലെ ഫാമേഴ്സ് ഫസ്റ്റ് സോണിൽ വി ഹാവ് ഐ തിങ്ക് ദർ ആർ 10 മലബാർ ഇൻവെസ്റ്റേഴ്സ്. ഓരോരാളും 5 ലക്ഷമാണ് കൊടുത്തത്. അത് ഓരോ ഏഞ്ചൽ ഗ്രൂപ്പിന്റെയും അവരവരെ സ്വന്തം നിയമം ഉണ്ടാവും. ചില ഗ്രൂപ്പ്സിൽ മിനിമം 5 ആയിരിക്കും, ചില ഗ്രൂപ്പ്സിൽ മിനിമം 10 ആയിരിക്കും, ചില ഗ്രൂപ്പ്സിൽ മിനിമം 2.5 ആയിരിക്കും. അതിലും കുറഞ്ഞ് സാധാരണ എടുക്കാറില്ല. എന്തെന്ന് വെച്ചാൽ ഈ ക്യാപ് ടേബിൾ, അതായത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റിലൊക്കെ എല്ലാവരെയും 50 ആൾക്കാരെ പേരും 100 ആൾക്കാരെ പേരും അവരെ അച്ഛന്റെ പേരും അവരെ റെസിഡൻസും അവരെ ഷെയർ പെർസെന്റേജ് 0.3%, 0.5%, അതൊക്കെ അഡ്മിനിസ്ട്രേഷൻ വളരെ വിഷമാണ്. അതുകൊണ്ടാണ് ഈ നമ്പർ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ചില ഏഞ്ചൽ ഗ്രൂപ്പ് ലിമിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യൻ ഏഞ്ചലിൽ മിനിമം 5 ആണ്. ഓക്കെ, ഇൻഫ്ലക്ഷൻ പോയിന്റ് വെഞ്ചേഴ്സ് പറഞ്ഞ ഏഞ്ചൽ ഗ്രൂപ്പ് ഉണ്ട്, അവരത് മിനിമം 2.5 ആണ്. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഏഞ്ചൽ ഗ്രൂപ്പ് ഉണ്ട്, അവര് മിനിമം 3 ആണ്. അപ്പോ ഇത് ഞാൻ പറയാൻ കാരണം, ഇതൊരു വലിയ പണം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ധാരണ വേണ്ട. ആക്ച്വലി വാട്ട് എവർ ലിറ്റിൽ എമൗണ്ട് യു ഹാവ്, യു ക്യാൻ സ്റ്റാർട്ട് കീപ്പിംഗ് ഇറ്റ് aside. ഞാൻ പറഞ്ഞ പോലെ 10% ആൻഡ് ദെൻ കീപ് ലുക്കിംഗ് അറ്റ് ഗുഡ് സ്റ്റാർട്ടപ്സ് ടു ഇൻവെസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ യു ആർ എ ഷെയർ ഹോൾഡർ, അതായത് യു ആർ എ പാർട്ട് ഓണർ. അതിന്റെ തന്നെ ഒരു പ്രൈഡ്, അതിന്റെ തന്നെ ഒരു ഗർവുണ്ടല്ലോ. അതായത് യു ആർ എ പാർട്ട് ഓണർ ഓഫ് എ കമ്പനി ആൻഡ് യു ഗെറ്റ് എ ഷെയർ സർട്ടിഫിക്കറ്റ്. ഓക്കെ, യു ഗെറ്റ് എ സ്റ്റാമ്പ് പേപ്പർ ഷെയർ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ വളരെ ലീഗലാണ്, ഇതിൽ ഒരു ഹാങ്കി പാങ്കി ഇല്ല, മനസ്സിലായില്ലേ? യു ആർ എ ഷെയർ ഹോൾഡർ, യുവർ നെയിം വിൽ ബി ഗിവൺ ടു മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് every year as to who are the shareholders in this company. So it's a very, very legal and what to say, government approved way of investment. ഇതിനെപ്പറ്റി ഒരു മിസ്ഗിവിങ്സും വേണ്ടായത്. ഇത് വളരെ ക്ലിയർ എബോവ് ബോർഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഇപ്പോ പറഞ്ഞ പോലെ 10 to 15 നോൺ ഏഞ്ചൽ ഗ്രൂപ്പ്സ് എല്ലാ സിറ്റിയിലും. ഇപ്പോ ഇന്ത്യയിലെ ഏത് സിറ്റിയിൽ നോക്കിയാലും you will find an angel group. There is a Mumbai angel, there is a Chennai, there is a Hyderabad angel, then there is a CFO group. അതായത് വലിയ വലിയ കമ്പനിയുടെ CFOs ചേർന്നിട്ട് ഏഞ്ചൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ IPO പറ്റി ഓൾറെഡി പറഞ്ഞു. വൺ ക്രൗഡ് ഇസ് എൻ ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറുടെ ഗ്രൂപ്പാണ്. മലബാർ ഉണ്ട്, കേരള സ്മാർട്ട് സ്പാർക്സ് കാലിക്കറ്റിലുണ്ട്, നേറ്റീവ് തമിഴ്നാടുവിലെ ഒരു ടയർ 2 ടയർ 3, അതായത് കരൂർ, മധുരൈ, ട്രിച്ചി, ഈറോഡ്, ഇങ്ങനത്തെ സ്ഥലത്തെ ബിസിനസ്മെൻ, അതായത് നിങ്ങളെ തിരുവല്ല പോലെ അല്ലെങ്കിൽ ഈ ടയർ 2 ടയർ 3 ടൗൺസിലെ ബിസിനസ്മെൻ ചേർന്നിട്ട് നേറ്റീവ് ഏഞ്ചൽസ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരിപ്പോ ഒരു 10-15 സ്റ്റാർട്ടപ്സിൽ കഴിഞ്ഞ 3 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ എത്രയോ ഞാൻ പറഞ്ഞ പോലെ ഒരു 5000 ആൾക്കാരുണ്ട്. ഈ 5000 വളരെ കുറഞ്ഞ നമ്പറാണ്. എന്നാലും കഴിഞ്ഞ ഒരു 7 കൊല്ലം, അതായത് 2011, 2013 ശേഷം, ഈ സ്റ്റാർട്ടപ്സ് വന്നതിന് ശേഷം, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് ന്യൂസ് പേപ്പറിലും എല്ലാവരും അറിയാൻ തുടങ്ങിയതിന് ശേഷം ഒരു 5000-6000 ഓൺ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അറിയാത്തവരൊരു ഇന്നൊരു 5000 ഉണ്ടാവും. പക്ഷെ ഈ 10,000 ഇൻവെസ്റ്റേഴ്സ് പോരാ. നമുക്ക് ഓരോ ടൗണിലും, ഓരോ മെട്രോയിലും, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും വളരെ എന്താണെന്ന് പറയാ, ഒരു സ്ട്രോങ് ഏഞ്ചൽ ഗ്രൂപ്പ് സെറ്റപ്പ് ചെയ്യണം. അതിനാണ് ഈ KFCM ഈ ഇഗ്നൈറ്റ് സീരീസ് തന്നെ ചെയ്യുന്നത്. ഇപ്പൊ ഇത് എന്റെ തന്നെ, എന്നെ പോലെ വേറെ ആൾക്കാരുണ്ടാവുമായിരിക്കും. എന്റെ തന്നെ 4ാമത്തെ സെക്ഷനാണ്. ഇതിനു മുമ്പ് ഞാൻ കോട്ടയത്ത് ചെയ്തിരുന്നു, തിരുവനന്തപുരം ചെയ്തിരുന്നു, കാസർഗോഡ് ചെയ്തിരുന്നു, കണ്ണൂർ ചെയ്തിരുന്നു. ഇത് 4ാമത്തെ സെഷനാണ്. അപ്പൊ നമ്മളെയൊക്കെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രോങ് ഏഞ്ചൽ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യുക, എന്നിട്ട് ഈ സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾക്ക് തന്നെ ഫൈനാൻഷ്യൽ റിട്ടേൺസ്, അതായത് ബെറ്റർ ദാൻ അതർ അസറ്റ് ക്ലാസസ് ഫൈനാൻഷ്യൽ റിട്ടേൺസ് നമ്മൾക്ക് ഉണ്ടാകും. പണ്ട് പറഞ്ഞ പോലെ ഇഫ് യു കാൺ ബി എ കിങ്, അതായത് ഇഫ് യു കാൺ ബി എൻ ഓൺട്രപ്രണർ യുവർ സെൽഫ്, you can be a king maker. Okay, you can help people to build large companies. അതാണ് ഇതിന്റെ എസൻസ്. ഓക്കെ, ഈ ലാസ്റ്റ് ലൈൻ, ഇതിപ്പോ നമ്മൾ ഇത് പെട്ടെന്ന് തീരുമാനിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത് വളരെ ക്ലിയർ ആയിട്ട് ലേറ്റ് ഡൗൺ പ്രോസസ് ആണ്. ഇതിന് വളരെ ലേറ്റ് ഡൗൺ പ്രോസസ്. എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് ആ സ്റ്റാർട്ടപ്പിനെ എങ്ങനെയാണ് നമ്മൾ എവാലുവേറ്റ് ചെയ്യുക, എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ലീഗൽ എഗ്രിമെന്റ്സ് ഉണ്ടാക്കുക, എന്നിട്ട് എങ്ങനെയാണ് അതിൽ ഫൈനലി പണം കൊടുക്കുക, എന്നിട്ട് എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുക, ഇതൊക്കെ ഒരു കംപ്ലീറ്റ് ലേറ്റ് ഡൗൺ പ്രോസസ്സാണ്.
നിങ്ങളൊരു ലാർജ് കമ്പനി അല്ലെങ്കിൽ ഒരു SMB എങ്ങനെയാണ് നടത്തുന്നത്, അതുപോലെ അല്ലെങ്കിൽ ഒരു ബാങ്ക് ആൻഡ് അവരെ ലെൻഡി അവരെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതേപോലെയാണ് ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററും ഒരു സ്റ്റാർട്ടപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു വളരെ ഈ 6 കൊല്ലമായിട്ട് വളരെ ക്ലിയർലി ലേറ്റ് ഡൗൺ പ്രോസസ് ഉണ്ട് ഇന്ത്യയിലല്ല എല്ലാ രാജ്യത്തും. ഓഫ് കോഴ്സ് അത് റിഫൈൻ ചെയ്യാം, അത് ഇംപ്രൂവ് ചെയ്യാം. പക്ഷേ ഇതിനെപ്പറ്റി പേടിക്കേണ്ട സാധ്യതയില്ല. ഇപ്പൊ മിക്കവർക്കും പേടിയാണ്. അതായത് നമ്മളൊരു മണി ലെൻഡർ പോലെ ഒരു ആൾക്ക് പൈസ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ചിറ്റ് കമ്പനിക്ക് പൈസ കൊടുത്താൽ, അല്ലെങ്കിൽ കേരളത്തിലെ ലാംഗ്വേജ് ഉപയോഗിക്കാൻ വെച്ചാൽ ഒരു ബ്ലേഡ് കമ്പനിക്ക് നമ്മൾ പൈസ കൊടുത്താൽ നാളെ ഉണ്ടാവില്ല ചിലപ്പോൾ, അല്ലെ? നാളെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നാളെ അയാളുടെ അഡ്രസ് പോലും ഉണ്ടാവില്ല. ഇതല്ല, ഇതൊരു വളരെ ക്ലിയർലി ലേറ്റ് ഡൗൺ ഗവൺമെന്റ് അപ്രൂവ്ഡ് പ്രോസസ് ആണ് ഈ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ പറ്റി ഒരു സ്റ്റാർട്ടപ്പ് ഫെയിൽ ആവാം, സ്റ്റാർട്ടപ്പ് ക്ലോസ് ആവാം, പക്ഷെ സ്റ്റാർട്ടപ്പ് വിൽ നോട്ട് ഡിസപ്പിയർ. മനസ്സിലായില്ലേ? യുവർ ബ്ലേഡ് കമ്പനി വിൽ ഡിസപ്പിയർ, ബട്ട് എ സ്റ്റാർട്ടപ്പ് വിൽ ഡെഫിനറ്റ്ലി കനോട്ട് ഡിസപ്പിയർ. ഇറ്റ് മൈറ്റ് ഫെയിൽ, റൈറ്റ്, ബട്ട് ഇറ്റ് കനോട്ട് ഡിസപ്പിയർ. അപ്പോൾ ഒരു ചെക്സ് ആൻഡ് ബാലൻസസ് ആൻഡ് സേഫ് ഗാർഡ്സ് ആർ ഇൻബിൽട്ട്. ഈ പ്രോസസ്സിൽ വളരെ ഇൻബിൽട്ട് ആണ്. അതിനാണ് നമ്മൾ ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞത്. ഇത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് തരാൻ വേണ്ടി ഞാൻ ഈ സ്ലൈഡ് വെച്ചതാണ്. അല്ലാണ്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതന്നെ ഒരു ചില ഫണ്ട്സ് ഈ ഡ്യൂ ഡിലിജൻസ് തന്നെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് ആക്ച്വലി എടുക്കുന്നത്. അതായത് എങ്ങനെയാണ് നിങ്ങൾ ഒരു സ്റ്റാർട്ടപ്പിനെ സെലക്ട് ചെയ്യുക, എങ്ങനെയാണ് വാല്യുവേഷൻ ചെയ്യുക, എങ്ങനെയാണ് അതിനെ ഫൈനലി ഒരു ഇൻവെസ്റ്റബിൾ ടിക്ക് ആക്കുക. അതായത് യെസ് വി ക്യാൻ ഗോ ഹെഡ് ആൻഡ് ഇൻവെസ്റ്റ്. അത് എപ്പോഴാണ് പറയുന്നത്? ഇത് ടിപ്പിക്കലി ഒരു 3 മാസമാണ്. ഇപ്പം ഇന്നലെ എനിക്ക് കാലിക്കറ്റ് ഒരാൾ എന്നെ വിളിച്ചു, ഒരു സ്റ്റാർട്ടപ്പ്. ഓക്കെ, അപ്പോൾ അത് അഥവാ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഫൈനലി ഈ മലബാർ ഏഞ്ചൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏഞ്ചൽ ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഡെഫിനറ്റ്ലി ടേക്ക് 2 to 3 months. ഈ ഞാൻ ഇവിടെ എഴുതിയ മുഴുവൻ നമ്മൾ നോക്കണം. അതായത് ഐഡിയ, ഇത് ഡിസ്റപ്റ്റീവ്, യൂണിക് സ്പേസ് ആണ് ഇത്, ക്യാൻ ഇറ്റ് ബിക്കം എ കാറ്റഗറി ലീഡർ, ക്യാൻ ഇറ്റ് ക്രിയേറ്റ് മാർക്കറ്റ് പൂൾ. അല്ലാണ്ട് കുറെ പണം മാർക്കറ്റിംഗിലും അഡ്വർടൈസിംഗിലും ചെലവാക്കണോ, അല്ല മാർക്കറ്റ് പൂളിലെ പ്രോഡക്റ്റോ സർവീസോ ആണോ? Do you have to create or do you have to do a lot of education for customer and change their behavior? Is it ahead of the time? ഇതിൽ നല്ല ഡിഫറൻഷിയേറ്റർ ഉണ്ടോ, IP ഉണ്ടോ, പേറ്റന്റ് ഫയൽ ചെയ്യേണ്ട സാധ്യതയുണ്ടോ, ഇതിന്റെ ബാക്കപ്പ് ചെയ്യുന്ന ടീം എങ്ങനെയാണ്, അവർക്ക് ഇന്റഗ്രിറ്റി ഉണ്ടോ, പാഷൻ ഉണ്ടോ, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർക്ക് കോംപ്ലിമെന്ററി സ്കിൽസ് ഉണ്ടോ? ടിപ്പിക്കലി ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടിങ് ടീമിൽ ഒരാൾ ടെക് ആയിരിക്കും, ഒരാൾ മാർക്കറ്റിംഗ് വിസാർഡ് ആയിരിക്കും, മറ്റേ ആൾ ഫൈനാൻഷ്യൽ വിസാർഡ് ആയിരിക്കും. അതായത് ഒരു കോംപ്ലിമെന്ററി സ്കിൽസ് ഇവർ ആർ ദേ ബ്രിങ്ങിങ് ടു ദ ടേബിൾ. അവർ തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയാണ്? അവർ 10 കൊല്ലം അറിഞ്ഞതാണോ അല്ല ഇന്നലെ അറിഞ്ഞതാണോ? ഓക്കെ, ആർ ദേ പീപ്പിൾ ഹാവിങ് കെമിസ്ട്രി വിതിൻ ദംസെൽസ്? ഓക്കെ, അവരെ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് എന്താണ്? ഇപ്പൊ നിങ്ങൾ 2 സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നിങ്ങളെ മേലിൽ നമ്മളെ കോൺഫിഡൻസ് ജാസ്തി ആയിരിക്കും. അല്ല, നിങ്ങൾ ഒരു 10 കൊല്ലം 15 കൊല്ലം ഫ്ലിപ്കാർട്ട് ജോലി ചെയ്തതാണ്, എന്നിട്ട് നിങ്ങൾ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, നിങ്ങളെ മേലിൽ നമ്മളെ കോൺഫിഡൻസ് ജാസ്തി ആയിരിക്കും. അപ്പൊ ഈ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അത് ദാറ്റ് ഡസന്റ് മീൻ വി ഡോണ്ട് എവാലുവേറ്റ് അതേഴ്സ്. ഇപ്പോൾ ഡോക്ടർ ഗോപിനാഥ് പറഞ്ഞ എക്സലന്റ് എക്സാമ്പിൾ ആയിരുന്നു ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനി. അതായത് കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു അവർ ഈ ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നൗ ദേ ബിക്കം ബിഗ്, ദേ ബിക്കം വെരി ഫേമസ്. എന്താണെന്ന് വെച്ചാൽ അവർ ഐഡിയ വാസ് സോ ഗുഡ്, ഇറ്റ് വാസ് ഡിസ്റപ്റ്റിംഗ് ദ വേൾഡ്, ഇറ്റ് വാസ് ഗോയിങ് ടു റീപ്ലേസ് ഓർ ഇറ്റ് വിൽ റീപ്ലേസ് മാനുവൽ സ്കാവഞ്ചിങ്. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ആറ്റിറ്റ്യൂഡ്, ഈ ടീം കെമിസ്ട്രി ആണ് നമ്മൾ നോക്കുക ഈ ഏർലി സ്റ്റേജിൽ. ആൻഡ് ഓഫ് കോഴ്സ് മാർക്കറ്റ് വളരെ വലിയ മാർക്കറ്റ് ആണ്. ഓക്കെ, ദർ ഇസ് നോ പോയിന്റ് ഇൻ യു ബിക്കമിങ് എ $1 million company in a 5 million market. Okay, no point. Nobody will invest. But if you are going to become a $10 million company in a $1,000 million market, that means you can actually, if everything is in your favor, your 10 million turnover can actually become $100 million turnover, and you can capture 10% market share. So if you have a large market and a growing market, definitely you can be investable. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മെനി IT സർവീസ് കമ്പനീസ്, അതായത് ടിപ്പിക്കൽ, ബോഡി ഷോപ്പിംഗ് എന്ന് പറയുന്നില്ല, typical IT service companies who are providing manpower and of course in the process providing solutions, they ask why angel investors are not investing. Many small business retail chains, okay, avaru choikkum nammal why you are not investing in us. Appo you need
all these factors to be invested. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്യൂ ഡിലിജൻസ്, ഈ പ്രോസസ്, അതായത് വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ ഒരു സ്റ്റാർട്ടപ്പിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, വളരെ ശ്രദ്ധയോടെയാണ് അതിനെ എവാലുവേറ്റ് ചെയ്യുക, അതിനെ അസസ് ചെയ്യുക. ഒരു 2-3 മാസം ഒരു ഏഞ്ചൽ ഗ്രൂപ്പിന് 4-5 ചേർന്നിട്ട് ഈ സ്റ്റാർട്ടപ്പിനെ എവാലുവേറ്റ് ചെയ്യുക, അവരെ റെഫറൻസ് ചെക്ക് ചെയ്യുക, അവരെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക, അവരെ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് ചെക്ക് ചെയ്യുക, മറ്റുള്ള ഇൻവെസ്റ്റേഴ്സായിട്ട് സംസാരിക്കുക, ചിലപ്പോൾ മറ്റുള്ള ഏഞ്ചൽ ഗ്രൂപ്പ്സിനെ കോ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ചേർക്കുക. അപ്പൊ ഇതൊരു വളരെ വളരെ ഡീറ്റെയിൽഡ് പ്രൊസീജിയറാണ്. അല്ലാതെ നമ്മൾ ഒരു ഓവർനൈറ്റ് ഇത് ഇയാളുടെ മുഖം നല്ലതാണ് അതുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇതൊരു വളരെ ക്ലിയർലി ലേഡ് ഡൗൺ പ്രോസസ്സാണ്. യൂണിറ്റ് എക്കണോമിക്സ്, അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ട സാധ്യതയുണ്ട്. പ്രോഫിറ്റ് ഈസ് നോട്ട് ദി ഓൺലി ക്രൈറ്റീരിയ, ബട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ട സാധ്യതയുണ്ട്, പോസിബിലിറ്റി ഉണ്ട്. യൂണിറ്റ് എക്കണോമിക്സ്, ബിസിനസ് മോഡൽ, ഫ്രിക്ഷൻലെസ്, ഇതിൽ വളരെ ഇൻവോൾവ് കസ്റ്റമർ എൻഗേജ്മെന്റ് ഉണ്ടോ, അല്ല വളരെ മിനിമൽ കസ്റ്റമർ ഇന്റർഫേസ്, എൻഗേജ്മെന്റ് അല്ല, വളരെ മിനിമൽ കസ്റ്റമർ ഇന്റർഫേസ്. അതിന് ഇപ്പോഴത്തെ വേർഡ് ഫ്രിക്ഷൻലെസ് എന്നാണ്. അതായത് നിങ്ങൾക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പ്ലാൻ നല്ലതായിരിക്കും, ഐഡിയ നല്ലതായിരിക്കും, ബട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഈ കസ്റ്റമർ അക്വിസിഷൻ, എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ഈ കമ്പനിയിൽ വരിക, നിങ്ങളെ ഗോ ടു മാർക്കറ്റ്, നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിനെ അറിയിക്കുക ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട്, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്ന്. ഈ സെക്ടറിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. ടിപ്പിക്കലി നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനു മുമ്പ് 2-3 കമ്പനീസിൽ ഓൾറെഡി മറ്റുള്ള ഏഞ്ചൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ മറ്റുള്ള VCs ഒന്നുകിൽ ഇന്ത്യ അല്ലെങ്കിൽ US സിലിക്കോൺ വാലിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കമ്പാരബിൾ ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ് ഈ സെക്ടറിൽ, അതിനെപ്പറ്റി പഠിക്കുക. ഇത് റെഗുലേറ്ററി, ഇപ്പൊ നമ്മൾ പേയ്മെന്റ് സ്പേസിലാണെങ്കിൽ വളരെ ടൈറ്റ് റെഗുലേഷൻ ആണ് ഇന്ത്യയിൽ. RBIയുടെ റെഗുലേഷൻ, അല്ലെങ്കിൽ മറ്റേ SEBIയുടെ റെഗുലേഷൻ, അല്ലെങ്കിൽ IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് ഏജൻസിന്റെ റെഗുലേഷൻ. ഇപ്പൊ എനർജി ഫീൽഡിലാണെങ്കിലും വളരെ ഓരോ ഫീൽഡിലും ഇപ്പം ഗവൺമെന്റിന്റെ റെഗുലേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ റെഗുലേഷൻ എന്താണ്, ഓക്കെ, ലീഗൽ ആംഗിൾസ് എന്താണ്, പൊളിറ്റിക്കൽ റിസ്ക്. ഇപ്പൊ ഇതും വളരെ, ഇപ്പൊ ചൈന നോക്കൂ, നമ്മൾ ഇന്ത്യ ചൈന ഫ്രിക്ഷൻ വന്നതിന് ശേഷം പൊളിറ്റിക്കൽ റിസ്ക് has become big. Or if you are dependent on oil, ഇപ്പൊ മിഡിൽ ഈസ്റ്റിലെ സ്റ്റാർട്ടപ്പ്, if your customer is dependent, if your end customer is dependent on the oil economy, then it's a big risk now, at least now, right, with $40 and earlier $20 per barrel. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇത് ഒരു, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വളരെ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ചെയ്തിട്ട് നമ്മൾ ഫൈനൽ വി വിൽ സേ യെസ് വി ആർ റെഡി ടു ഗോ, വി ആർ ഫിറ്റ് ടു ഗോ. എക്സിറ്റ്, നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരല്ലോ, നമ്മൾ ചാരിറ്റി അല്ല കൊടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഫിലാന്ത്രോപ്പി, ഇറ്റ്സ് അവർ ഓൺ ഹാർഡ് ഏൺ മണി. സോ വി ഡെഫിനറ്റ്ലി വാണ്ട് റിട്ടേൺ, റൈറ്റ്? അത് റിട്ടേൺ അഥവാ വളരെ റിസ്കി ആണെങ്കിൽ കൂടി നമ്മളെ മനസ്സിൽ വി വോണ്ട് 10x റിട്ടേൺസ് ഇൻ 5 years, വി വോണ്ട് 100x റിട്ടേൺസ് ഇൻ 10 years. അപ്പോൾ എക്സിറ്റ് എങ്ങനെയാണ്, ആരാണ് ഇത് ഈ കമ്പനി വാങ്ങുക? ഞാനിപ്പോ ഏഞ്ചൽ റൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഏത് VC ആണ്, അല്ലെങ്കിൽ ഏത് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്താൽ ഏത് VC ആണ് ഇത് വന്ന് ഈ കമ്പനി വന്ന് വാങ്ങുക? അപ്പൊ ഈ നെക്സ്റ്റ് ഇൻവെസ്റ്റേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെ ഒന്നുകിൽ നെക്സ്റ്റ് VCs അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ബൈ ഔട്ട്. ഞാൻ വാൾമാർട്ട്, ഫ്ലിപ്കാർട്ടിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ റിലയൻസ് ഇപ്പൊ സ്റ്റാർട്ടപ്സ് ഇൻവെസ്റ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ഫൈനലി IPO. നിങ്ങൾക്ക് യു ക്യാൻ ലിസ്റ്റ്. ഇപ്പൊ ഉബേർ ലിസ്റ്റ് ചെയ്തല്ലോ, നിങ്ങൾക്ക് അറിയാലോ. ഉബേർ 2012 മറ്റും സ്റ്റാർട്ട് ചെയ്തിട്ട് 2019 ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ നാസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ then you get retail investors from the market. ഏതും പബ്ലിക് ലിസ്റ്റഡ് കമ്പനി പോലെ you can go to IPO, provided you are ready to go to IPO, provided you are fit to go to IPO, you can go to IPO after 5 or 7 years. അപ്പോൾ നമ്മൾ ഈ എക്സിറ്റ് പോസിബിലിറ്റിയും ഡെഫിനറ്റ്ലി വി വിൽ ലുക്ക് അറ്റ്. അതായത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ നമ്മളെ പണം എങ്ങനെയാണ് തിരിച്ചു വരുവാന്ന്, ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷൻ ഇൻ ദിസ് ഡ്യൂ ഡിലിജൻസ്. ആൻഡ് ഫൈനലി വാല്യുവേഷൻ, അതായത് എത്രയാണ് ഇപ്പോഴത്തെ വാല്യുവേഷൻ, എത്രയാണ് ഫ്യൂച്ചർ വാല്യുവേഷൻ, എക്സെട്ര. ഇത് ഈ വാല്യുവേഷൻ ദ ബെസ്റ്റ് എക്സ്പേർട്ട് ഇൻ ദിസ് ഈസ് പ്രൊഫസർ അശ്വത് ദാമോദരൻ, okay, who was ex-IIMB and now he works in a university in US. You can go to YouTube. Valuation is a number and narrative. അതായത് നമ്പർ മാത്രമല്ല വാല്യുവേഷൻ. നിങ്ങൾ 5 കോടി റവന്യൂ ഉണ്ട്, ആനുവൽ റവന്യൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഐ വിൽ ഗിവ് യു 2 times 10 crore is your valuation. അത് വൺ വേ. ബട്ട് മോർ ദാൻ ദ നമ്പർ, ഈ ഏർലി സ്റ്റേജിൽ ഇറ്റ് ഈസ് എ നെറേറ്റീവ്. നിങ്ങൾ വാട്ട് സ്റ്റോറി യു ആസ് എ ഫൗണ്ടർ is telling to the investors, അല്ലെങ്കിൽ what story I am hearing as investor from the founder. നിങ്ങളെ സ്റ്റോറി എന്താണ്, നിങ്ങളെ വിഷൻ എന്താണ്, നിങ്ങളെ വിഷ്വലൈസേഷൻ, നിങ്ങളെ ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്, അതാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വാല്യുവേഷൻ ഈസ്
An art, it's a science, it's a combination of numbers and narrative. അതായത് വളരെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിങ്ങൾ പോയാൽ ഓരോ കമ്പനിയും വാല്യൂഷൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മെത്തേഡ് ഉണ്ട്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഏർണിങ്സ്, അതിന്റെ മൾട്ടിപ്പിൾ, അങ്ങനെ 2-3 വളരെ ക്ലിയർ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ വളരെ ഏർലി സ്റ്റേജിൽ DCF, അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഒരു ഏർണിങ്സ് മൾട്ടിപ്പിൾ, ഇറ്റ് ഈസ് റിഡിക്കുലസ്, ഇറ്റ് ഈസ് ഫൂളിഷ് ടു ടോക്ക് അബൌട്ട് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. ഓക്കെ, ഓഫ് കോഴ്സ് എക്സൽ ഷീറ്റിൽ നമുക്ക് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ചെയ്യാം, പക്ഷെ അത് മാത്രം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എന്നുവെച്ചാൽ നമുക്ക് അറിയില്ല 3 കൊല്ലം കഴിഞ്ഞാൽ ഈ കമ്പനി എന്താണെന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ധാരണ ഉണ്ടാവില്ല. എക്സൽ ഷീറ്റിൽ ഏത് നമ്പർ നമുക്ക് വെക്കാം. അതുകൊണ്ടാണ് പറയുന്നത് നരേറ്റീവ് ആൻഡ് നമ്പേഴ്സ് ആൻഡ് എ ജനറൽ ഐഡിയ ഓഫ് ഹൗ ദ സ്റ്റാർട്ടപ്പ് ക്യാൻ സ്കെയിൽ, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഈ വാല്യുവേഷൻ ഡിസൈഡ് ചെയ്യുമ്പോൾ. ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് എടുക്കാം. ആൻഡ് ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടഡ്, ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യണം ദാറ്റ് ഐ വോണ്ട് ടു ബി എൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ. 2015 ഞാൻ ഡിസൈഡ് ചെയ്തു, അതായത് എൻ്റെ ലാസ്റ്റ് ഇയർ ഓഫ് കോർപ്പറേറ്റ് ഐ ഡിസൈഡഡ് ദാറ്റ് ഐ വോണ്ട് ടു ബി എൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ. ഐ ഡോണ്ട് വോണ്ട് ടു മിസ് ഔട്ട്. അതായത് ഒരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയുമല്ലോ, FOMO, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതാണ് മിക്ക കോർപ്പറേറ്റ് എംപ്ലോയീസും. അതായത് ഇത് മിസ് ചെയ്താൽ എന്താണ് ഫ്യൂച്ചർ ആണ്. അതായത് so I want to be an angel investor. You first of all decide you want to be an angel investor. You have to, of course, keep your family informed, and because you are allocating 10%. If you have a surplus of 50 lakhs, you are allocating 10 lakhs or 5 lakhs to invest in startup, which will come with high returns, but which may not come out, right? So other, first of all, get clearance, decide how much money you can allocate time for research. ഇത് നമ്മൾ പാസീവ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് കാര്യമില്ല. യു ഹാവ് ടു ബി വെരി ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി പഠിക്കണം, സ്റ്റാർട്ടപ്സിനെ പറ്റി പഠിക്കണം, കമ്പയറബിൾ സ്റ്റാർട്ടപ്സിനെ പറ്റി പഠിക്കണം, ഇങ്ങനത്തെ നെറ്റ്വർക്ക് ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യണം. ഇതിനെപ്പറ്റി കുറെ ടോക്ക്, യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, then develop your own interesting themes. If ചില angel investors, they say, no, we don't want to invest in FMCG. No, we don't want to invest in electric vehicles. No, I want to invest only in education technology companies. I want to invest only in rural India startups. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു 1-2 കൊല്ലം കഴിഞ്ഞാൽ you will have your own theme. അതായത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എവിടെയാണ്, ആ തീമിലായിരിക്കും നിങ്ങൾ മിക്കവാറും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് എക്സ്പെർട്ടീസ്, ഇപ്പോൾ നിങ്ങളൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആണെങ്കിൽ, ഇഫ് യു ആർ എക്സ്പെർട്ട് ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, you may invest in deep technology companies. You may say, no, I don't want to invest in FMCG. എൻ്റെ എക്സ്പെർട്ടീസ് അല്ലെങ്കിൽ എൻ്റെ ഡൊമൈൻ നോളജ് ഡീപ്പ് ടെക്നോളജിയിലാണ്, അല്ലെങ്കിൽ എൻ്റെ ഡൊമൈൻ നോളജ് ബാറ്ററി ഡിസൈൻ, ഇലക്ട്രിക് വെഹിക്കിളിന്റെ ബാറ്ററി ഡിസൈനിലാണ് എൻ്റെ ഡൊമൈൻ നോളജ്. അപ്പോൾ ഞാൻ മിക്കവാറും ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ അഡ്ജസ്റ്റന്റ് ഏരിയയിലായിരിക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ തീം യു ഹാവ് ടു ഡെവലപ്പ് യുവർ സെൽഫ് ആഫ്റ്റർ 1 or 2 years. Okay, of course, you can also diversify. We are diversified. I have invested in at least 5 to 6 sectors, so that even if one sector fails, there are some other sectors which can work. Start small. ഇത് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾ ഒരു വലിയ പണം ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. You can start small, invest in 2-3 startups a year, and 2-3 കൊല്ലത്തിനുള്ള ഒരു പോർട്ട്ഫോളിയോ, അതായത് ഒരു 10-15 സ്റ്റാർട്ടപ്സ് നിങ്ങൾ ഒരു പോർട്ട്ഫോളിയോ ബിൽഡപ്പ് ചെയ്താൽ. ഇപ്പം ഈ പബ്ലിക് മാർക്കറ്റിലും ഇപ്പം പോർട്ട്ഫോളിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ അസറ്റ് അലോക്കേഷനിൽ ഞാൻ കാണിച്ച ചാർട്ട് പോലെ നിങ്ങൾ പകുതി 20% ഗോൾഡിലായിരിക്കും, 20% ലാൻഡിലായിരിക്കും, 30% ഷെയർ മാർക്കറ്റിലായിരിക്കും, 50% ഫിക്സ്ഡ് ഡിപ്പോസിറ്റിലായിരിക്കും. അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റാർട്ടപ്സ് യു ക്യാൻ ബിൽഡ് ആൻഡ് ലുക്ക് അറ്റ് ഗെറ്റിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സക്സസ്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ the way startups are playing out in the last 5 years and the way they will play out in the next 5 years, I think if you have a portfolio, okay, ഞാൻ പറഞ്ഞ പോലെ ഒരു 30% IRR is a reasonable guarantee, is a reasonable benchmark which you can aim for. Okay, you don't have to look for 1000x, you don't have to look at worrying what happens to my money, but I think you can look at a decent 30% rate of return over a period of 5 to 7 years, provided you have invested in about 10 startups over a period of 2 to 3 years. ഇപ്പോൾ ഡോക്ടർ സജി ഗോപിനാഥ് പറഞ്ഞ പോലെ ഇത് യു ആർ നോട്ട് ഓൺലി ഗിവിംഗ് മണി. ഓക്കെ, ഈ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു എൻഗേജ് വിത്ത് ദ സ്റ്റാർട്ടപ്പ്. ദേ വിൽ ഗിവ് യു MIS. നിങ്ങൾക്ക് ഡൊമൈൻ എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ബിക്കം ദർ മെന്റർ, യു ക്യാൻ ബിക്കം ദർ അഡ്വൈസർ.
maybe you can even take up roles. ചില angel investors, they have become full-time employees. Okay, എനിക്ക് തന്നെ അറിയാം ചില ടെക്നോളജിസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ അവർ has become CTO of that startup, ചീഫ് ടെക്നോളജി ഓഫീസർ. അല്ലെങ്കിൽ നിങ്ങളെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നിങ്ങളെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ സെയിൽസ് ആണ് നിങ്ങളെ സ്ട്രെങ്ത് ആണെങ്കിൽ മേ ബി യു ക്യാൻ ജോയിൻ ദ സ്റ്റാർട്ടപ്പ് ആസ് ദ ചീഫ് സെയിൽസ് ഓഫീസർ, ചീഫ് ബിസിനസ് ഓഫീസർ, subject to other conditions, of course. Right, you are in the right age, you are in the right, you have the right chemistry, you can develop the right chemistry with the founder. You can join the company. So there are many ways of engaging with the startup. അതായത് ഇതൊരു പാസീവ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. It's a very active investment. ഇപ്പോൾ FD നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇറ്റ്സ് എ വെരി പാസീവ് ഇൻവെസ്റ്റ്മെന്റ്. യു ഡോണ്ട് ഇന്ററാക്ട് വിത്ത് ദ ബാങ്ക്. ഈവൻ പബ്ലിക് മാർക്കറ്റ് നിങ്ങൾ ഹിന്ദുസ്ഥാൻ ലിവർ അല്ലെങ്കിൽ റിലയൻസ് ഇൻവെസ്റ്റ് ചെയ്താൽ യു നെവർ ഗെറ്റ് ടു ഈവൻ write an email to Mukesh Ambani. There's no engagement. Okay, passive investment. But startup investment has to be and will be active investment. അതിനർത്ഥം 50 ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓരോരാളും ഓരോ ദിവസവും സ്റ്റാർട്ടപ്പ് ഫൗണ്ടറിന് ഫോൺ ചെയ്യാമെന്നല്ല. As a group, you can set up telephone calls, you can get quarterly updates, you can get periodical MIS, you can help them to connect to customers, market. You can take them to, suppose you are a Middle East businessman, you can take them to Middle East. അപ്പോൾ ഏതെല്ലാം വിധത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം സഹായിക്കാം. And finally, case study. Farmers First Zone. Pradeep is the founder. It is a Kochi-based startup. Pradeep and his family and friends have invested about 70. Are currently not invested. They invested 100%, but right now they have 75% in their ownership, and the remaining 25% is with these three angel groups: Indian Angel Network, Malabar Angel Network, Native Angel Network. ഈ 3 ഏഞ്ചൽ ഗ്രൂപ്പ്സ് ആണ് 2018 ഡിസംബറിൽ ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തത്. ഈ കമ്പനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ്സ് എ ഫാം ടു ഫോർക്ക് ബ്രാൻഡ്. എനിക്ക് തോന്നുന്നു പ്രദീപ് ഉണ്ടാവും ഈ കോളിൽ. ഫാം ടു ഫോർക്ക് ബ്രാൻഡ്, വെരി സേഫ് ടു ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അതായത് നോൺ ടോക്സിക്, നോൺ പെസ്റ്റിസൈഡ്, നാച്ചുറൽ ഫാമിംഗ്. നാച്ചുറൽ ക്ലിയർ ഡെഫിനേഷൻ ഇല്ല. ഓർഗാനിക് നമ്മൾ എന്തായാലും പറയില്ല, എന്ന് വെച്ചാൽ നത്തിങ് ലൈക്ക് ഓർഗാനിക് ഫാമിംഗ് റിയലി, but safe to eat, non-toxic fruits and vegetables. We sell through online, okay? And our differentiation is a very high usage of technology, both in supply side as a traceability. You know which farmer has grown this tomato, which day, in which land, under what conditions. Adana, know your farmer and know the farming method. Traceability through using modern technology like blockchain. Okay, we are trying to trace the origin of the fruit and vegetable. ഇത് ഏത് സ്ഥലത്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഏത് ഫാമറാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഏത് ദിവസമാണ് പ്രൊഡ്യൂസ് ചെയ്തത്, അണ്ടർ വാട്ട് കണ്ടീഷൻസ്, മേ ബി സോയിൽ, മേ ബി വെതർ, വാട്ട് കണ്ടീഷൻസ്, ആൻഡ് എ സർട്ടിഫിക്കേഷൻ ഫ്രം എൻ എക്സ്റ്റേണൽ ഏജൻസി ദാറ്റ് we have not used pesticide, we have not used artificial fertilizers. Our certification we are producing and selling it as safe to eat fruits and vegetables. ഇപ്പോൾ കേരളത്തിൽ 4 ടൗണിലുണ്ട്. അതായത് ആക്ച്വലി 3 ടൗൺ: എറണാകുളം, ട്രിവാൻഡ്രം, തൃശ്ശൂർ, ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഇൻ കോട്ടയം ഇൻ ദ നെക്സ്റ്റ് 1 month. ഞാൻ പറഞ്ഞല്ലോ വി ഇതാണ് വരിക. ഇഫ് യു ആർ an active investor, you think it's your own company. That's why I'm using the word we and I'm not using the word they. Okay, so that's the difference between an active investor and a passive investor. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിന്റെ കേസ് സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2018 നവംബറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനി 7 ലക്ഷമായിരുന്നു മാസം. 7 lakhs per month it was selling. അതായത് ഒരു ആനുവൽ ഇയർലി റൺ റേറ്റ് വാസ് അബൌട്ട് 80 lakhs selling 1 crore, 7 into 12. അപ്പോൾ നമ്മൾ വാല്യുവേഷൻ കൊടുത്തത് 9 times ആയിരുന്നു. ഓക്കെ, 9 times ആനുവൽ റൺ റേറ്റ്. അതായത് 25% was bought by these 3 investor groups at a valuation of 9 crores. Okay, at a valuation of 9 crores. If 2020 April, this has become 8 times. Okay, 8 into 7. Their monthly run rate is 57 and our current valuation is 68. Isn't Artham, I'm not going to get 68 crore equivalent money in my pocket. അതല്ല അതിന്റെ അർത്ഥം. എന്റെ അർത്ഥം ഇനിയൊരു VC ഈ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 68 crores വാല്യുവേഷൻ ആയിരിക്കും. ഈ 3 ഏഞ്ചൽ ഗ്രൂപ്പ്സ് ഇൻവെസ്റ്റ് ചെയ്ത് 9 crores വാല്യുവേഷൻ ആയിരിക്കും.
അതായത് ഒരു 2 കൊല്ലത്തിൽ അല്ലെങ്കിൽ ഒരു 18 monthsൽ ഇറ്റ് ഹാസ് ഗ്രോൺ ഓൾമോസ്റ്റ് 7 times. അതാണ് അതിന്റെ എസെൻസ്. ഇപ്പോൾ ഒരാൾ വന്ന് ഒരു VC വന്ന് ഈ 3 ഏഞ്ചൽസിനോടും പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ യു എക്സിറ്റ്, വി ഡോണ്ട് വാണ്ട് യു ടു ബി ഇൻവെസ്റ്റർ, യു ക്യാൻ ടേക്ക് യുവർ മണി ആൻഡ് എക്സിറ്റ്, then we might get a return of 5 to 7 times. Okay, we may not get 7, we may not get 8, we might get 5 maybe, right? So if somebody has invested 10 lakhs, he would get 50 lakhs in 2 years. So that's the kind of course this company is doing very well, but there may be some other companies who are not doing well and you may have to write off the capital, but that's a different story. But as I said, 20% of your portfolio will give you these kind of returns. അപ്പോൾ ഇതാണ് ഒരു കേസ് സ്റ്റഡി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. Farmers First Zone is looking for new investments. If some of you are interested, Pradeep can talk to you. Anyway, so that is my presentation end. And എൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴും വേണമെങ്കിലും എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ ഐ ക്യാൻ ക്ലാരിഫൈ ദ ഡൗട്ട്സ്. ഇപ്പോൾ ഈ സെഷനിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ പ്ലീസ് ആസ്ക്. മേ ബി വി ഹാവ് Parag another 10-15 minutes. Yes, we have time and we have some questions coming in. For those who have not asked their questions, please put it in the questions tab on the sidebar. So let's begin with the first one. Could you go through the procedure one can follow or keep in mind to protect themselves while investing? How do you identify genuine startups? Any legal steps we can take? Okay. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്യൂ ഡിലിജൻസ് ഇറ്റ്സ് എ വെരി എലോബറേറ്റ് ഡീറ്റെയിൽഡ് 2 to 3 months പ്രോസസ്. ഓക്കെ, ഇത് മിക്ക ഏഞ്ചൽ ഗ്രൂപ്പ്സും അവർക്ക് അവരുടേതായ സെക്രട്ടേറിയറ്റ്, അവരുടേതായ ബിസിനസ് അനാലിസ്റ്റ്, അവരുടേതായ ലീഗൽ കൗൺസിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർ ഈ ഈ ഏഞ്ചൽ ഗ്രൂപ്പിന്റെ മുകളിലിരിക്കുന്നവരും ഇതിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോ ഇതൊരു വളരെ ക്ലിയർലി ലേ ഡൗൺ പ്രോസസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ യു ഹാവ് ടു ആസ്ക്. അവരെ പ്രസന്റേഷൻ നോക്കും, പിന്നെ അവരോട് ബിസിനസ് പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ പറയും. ആ ബിസിനസ് പ്ലാനിന് 3, 5 അല്ലെങ്കിൽ 10 പ്രാവശ്യം ചിലപ്പോൾ റിവൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു 5, 6 അല്ലെങ്കിൽ ചിലപ്പോൾ 10 മീറ്റിംഗ്സ് ഓക്കെ കഴിഞ്ഞിട്ട് ഇത് ഒരു ഇൻവെസ്റ്റബിൾ എന്ന് പറഞ്ഞ ഒരു ടിക്ക് നമ്മൾ ചെയ്യും. അപ്പൊ പ്രൊട്ടക്ട് എന്ന് പറഞ്ഞാൽ 100% പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇപ്പൊ ഏതിലും 100% പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ. ഇപ്പൊ ഈവൻ ബാങ്ക് ഡിപ്പോസിറ്റ് 100% പ്രൊട്ടക്ഷൻ. ദ ബാങ്ക് ക്യാൻ ഫോൾഡ് അപ്പ് ടുമോറോ. Even public sector banks have folded up. So there is nothing called 100% protection. But by and large, ഈ checks and balance, ഈ ചെക്ക്ലിസ്റ്റ് മുഖാന്തരം ഈ ഡോക്യുമെന്റ്സ് അസസ് ചെയ്തിട്ട് അവരെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് അവരെ കസ്റ്റമേഴ്സ്, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ യു വിൽ ആക്ച്വലി ആസ്ക് ദ കറന്റ് കസ്റ്റമേഴ്സ്. നിങ്ങൾ അവരെ കസ്റ്റമേഴ്സ് പോയി മീറ്റ് ചെയ്യും. നിങ്ങൾ അവരെ എക്സിസ്റ്റിംഗ് ഇതിന് മുമ്പേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായി മീറ്റ് ചെയ്യും. അപ്പോൾ ഈ എലാബറേറ്റ് പ്രോസസ്സ് ഫോളോ ചെയ്താൽ 2-3 മാസം ഈ എലാബറേറ്റ് പ്രോസസ്സ് ഫോളോ ചെയ്താൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 90% പ്രൊട്ടക്ഷൻ ഉണ്ടാവും. ലീഗൽ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ, അതായത് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റിന് മുമ്പേ ഒരു ഡോക്യുമെന്റ് ഉണ്ട്, അതായത് ഒരു ടേം ഷീറ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ്. അത് 2 സൈഡും, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പും മറ്റേ സ്റ്റാർട്ടപ്പും വളരെ ക്ലിയർ ആയിട്ട് ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കസ് ചെയ്തിട്ട് ടേം ഷീറ്റ് സൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോൾ ഫോർ മണി, അതായത് പണത്തിന്റെ കോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ്. അപ്പോൾ ഈ ലീഗൽ സാങ്ക്ടിറ്റി ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് പ്രോസസ്സാണ്. ഈ ലീഗൽ ഇൻവോൾവ്മെന്റ് ഈസ് വെരി വെരി ഹൈ. ലീഗൽ ആൻഡ് ഫൈനാൻസ് ഇൻവോൾവ്മെന്റ്. ഇപ്പം ചില ഏഞ്ചൽ ഗ്രൂപ്പിൽ, ഇപ്പോൾ മലബാറിനില്ല, പക്ഷെ ഇന്ത്യൻ ഏഞ്ചലിനെ പോലുള്ള വലിയ എസ്റ്റാബ്ലിഷ്ഡ് 10-15 കൊല്ലം നടക്കുന്ന ഏഞ്ചൽ ഗ്രൂപ്പ്സിന് ഒരു CFO, ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്കിന് ഒരു CFO തന്നെയുണ്ട്, അതായത് ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ. അപ്പോൾ ഒരു വളരെ എലോബറേറ്റ് സെക്രട്ടേറിയറ്റ് മെക്കാനിസം ഉള്ളത് കൊണ്ട് അവർ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഫൈനലി ഇൻവെസ്റ്റബിൾ ആണോ എന്ന് ഡിസൈഡ് ചെയ്യും. അപ്പോൾ അതിന്റെ നിങ്ങൾ ചോദിച്ചതിന്റെ ആൻസർ അതാണ്. അതായത് there is a process and that process will be followed. Okay, I hope that answered the question. We have a question from Mr. Tom Xavier. Do you invest into a mutual fund or into companies directly? How do you identify and evaluate companies? Is there somebody who helps us with the... Okay, see,
അതാണ് ഈ ഇൻഡിവിജ്വൽ ആയിട്ട് അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരാളായിട്ട് ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വിഷമാണ്. ഐ തിങ്ക് യു ഹാവ് ടു ബി പാർട്ട് ഓഫ് സം ഗ്രൂപ്പ്. Okay, you have to be part of some angel group. Suppose you are sitting in Tiruvalla, first of all, you don't know who are the startups who are ready to invest. And then you don't know how to do due diligence all by yourself. അതായത് നിങ്ങൾ ഒറ്റക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിന്റെ അഡ്വാൻറ്റേജ് ഇതാണ്. അതായത് അവരെല്ലാം ചെയ്യും. ഈ ഡ്യൂ ഡിലിജൻസ് നിങ്ങൾക്ക് അവരുടെ പേരിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവരുടെ പേരിൽ ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അവർക്ക് മേലെ വിട്ടുകൊടുക്കാം. ഫൈനലി അവർ ടിക്ക് ചെയ്താലേ നിങ്ങൾ പണം ഈ സ്റ്റാർട്ടപ്സിന് ഡയറക്റ്റ് ആയിട്ട് പണം കൊടുക്കേണ്ടത്. സ്വന്തമായിട്ട് ചെയ്യാൻ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ വാറൻ ബഫേ അല്ലെങ്കിൽ അസീം പ്രേംജി അല്ലെങ്കിൽ ഫാമിലി ഓഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായ ഒരു സെറ്റപ്പ് ഉണ്ടാവും. നിങ്ങളെ കീഴിൽ ഒരു 5 ബിസിനസ് അനാലിസ്റ്റ് ഉണ്ടാവും. നിങ്ങളെ കീഴിൽ 4-5 റിസർച്ച് റിപ്പോർട്ട് പഠിക്കുന്നവരുണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ലീഗൽ കൗൺസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലോയർ ഉണ്ടാവും. അത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ, ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് പറയാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ യു ഷുഡ് ബി പാർട്ട് ഓഫ് സം ഏഞ്ചൽ ഗ്രൂപ്പ് ആൻഡ് ദേ വിൽ ഹെൽപ്പ് യു. അവർ ഈ ഡ്യൂ ഡിലിജൻസ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങൾ 50 ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ 50 ആൾക്കാർക്ക് വേണ്ടി അവർ ഇതൊക്കെ ചെയ്യും. ഒരു വളരെ മിനിമൽ ഫീ. സാധാരണ ഏഞ്ചൽ ഗ്രൂപ്പ്സിന് മെമ്പർഷിപ്പ് ഉണ്ട്, വളരെ മിനിമൽ ഫീൽ. അത് ഓരോ ഏഞ്ചൽ ഗ്രൂപ്പിനും ഡിഫറെൻ്റ് ആണ്. ചിലവർ വളരെ കുറച്ച് പണം മെമ്പർഷിപ്പ് ആയിട്ട് എടുക്കും, ചിലവർ കുറച്ച് ജാസ്തി എടുക്കും. പിന്നെ ഒരു ട്രാൻസാക്ഷൻ ഫീ, അതായത് 1% ട്രാൻസാക്ഷൻ ഫീ ചിലപ്പോൾ ഉണ്ടാവും. അതായത് നിങ്ങൾ ഒരു 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു 5,000 1% യു മേ ഹാവ് ടു ഗിവ് ടു ദ ഏഞ്ചൽ ഗ്രൂപ്പ്. അങ്ങനെ ഓരോ ഏഞ്ചൽ ഗ്രൂപ്പിനും അവരുടേതായ എന്താണ് പറയുക ഫീ സ്ട്രക്ചർ ഉണ്ട്. വളരെ ലിമിറ്റഡ് ഫീ സ്ട്രക്ചർ ഇസ്. പക്ഷെ സ്വന്തമായിട്ട് ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ ഡു ഇറ്റ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. പിന്നെ മ്യൂച്വൽ ഫണ്ട്, നോ, ഏഞ്ചൽസ് ഡോണ്ട് ഇൻവെസ്റ്റ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമല്ലോ. യു ഡോണ്ട് നീഡ് ദിസ് മെക്കാനിസം. ദർ യു ക്യാൻ ഇൻവെസ്റ്റ് ഡയറക്ട്ലി. നിങ്ങൾ എക്കണോമിക് ടൈംസ് അല്ലെങ്കിൽ ബിസിനസ് ന്യൂസ് പേപ്പർ, ഏത് ബിസിനസ് ന്യൂസ് പേപ്പർ എടുത്താലും അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചാനൽ നോക്കിയാലും നിങ്ങൾക്കറിയാം ഏത് മ്യൂച്വൽ ഫണ്ടാണ് റിട്ടേൺസ് തരുന്നത്. Sorry to interrupt. Actually, it was not mutual fund. Do you invest into a managed angel fund? That was the question. I mean, perhaps spelled it wrongly. Okay. അത് ആക്ച്വലി യു ഷുഡ് സേ AIF, alternate investment fund. ഓക്കെ, alternate investment fund. ചില ഫണ്ട്സ് ഉണ്ട് അങ്ങനെ. ആൻഡ് ഇപ്പോൾ കേരള ഗവൺമെന്റിനെ ഞാൻ പറയാം എക്സാമ്പിൾ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഹാസ് സെലക്ടഡ് 4 ഫണ്ട്സ് അണ്ടർ ദർ ഫണ്ട് ഓഫ് ഫണ്ട് സ്കീം. ഈ 4 ഫണ്ട്സ് എന്താണ്? IAN ഫണ്ട്, അത് ഒരു ഫണ്ടാണ്. ഫണ്ട് നമ്പർ 2 ഈസ് യൂണിക്കോൺ ഫണ്ട്. ഫണ്ട് നമ്പർ 3 ഈസ് സി ഫണ്ട്. ഈ ഫണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ 1-2 ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് പണം വാങ്ങുന്നു. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടെർമിനോളജി, ദേ ആർ കോൾഡ് ജനറൽ പാർട്ട്നേഴ്സ് ആൻഡ് യു ക്യാൻ ഹാവ് ലിമിറ്റഡ് പാർട്ട്നേഴ്സ്. ഇപ്പൊ ഞാൻ തന്നെ ഈ 1 crowd എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 crowd, യു ക്യാൻ സീ ദ വെബ്സൈറ്റ്, serial number 1 crowd. They are an early stage VC. അപ്പൊ അവരൊരു കോർപ്പസ് ഉണ്ടാക്കി, 50 കോടിയോ 70 കോടിയോ 100 കോടിയോ കോർപ്പസ് ഉണ്ടാക്കി അവരൊരു 100-200 ആൾക്കാർക്ക് ഈ മണി വാങ്ങി. അതായത് they take membership, 5 or 10 lakhs you contribute and you become a member of the fund. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് they will invest. Okay. Aditha question, how can you participate as an investor and advisor or get more involved intimately? Are entrepreneurs open to involvement or they just want the... I think it's an excellent question. Okay, in fact, it's a dilemma. In fact, it's a issue sometimes. Okay, most right-thinking entrepreneurs will want beyond money. They want knowledge, they want wisdom, they want market connect, they want help in recruitment, they want help in building a culture, they want help in scaling. Okay, but there may be some people, of course, that is their makeup. I mean, you can't complain about it. They may say, no, you have a hands-off approach. But even Aditya approach, it is not hands-on. Okay, so when I say I mentor a startup, I am not asking him every day. I might spend 3 hours with him in a month. Okay, it is not a everyday involvement. Okay. Another question from Mr. Philip. Any tax benefits on the amount invested or the... Sorry?
Any tax benefits on the amount that has been invested or the return? No, there is no tax benefit. It's like capital gain, as and when you have a capital gain. Okay, and invested cheda paisam. It's like a, sorry, I'll just add, it's like a capital gain in an unlisted company. Right. But then, and similarly, invested amountum tax exempt avilla, alle? No. Okay. What is a reasonable amount to start with, in your personal opinion? Hello? Yeah, I already explained. Maybe you can start Yes. with about 10 lakhs. All right. Yeah. Okay. So what would be the average time for a startup to begin its working in agricultural sector? Is it lower risk to invest in a startup working in value addition to the agricultural sector, especially in Kerala? Hello? Yes. അത് കേട്ടായിരുന്നോ അല്ലെങ്കിൽ do you want me to repeat it? Can you repeat the question? Yes. What would be the average time for a startup to begin operations in the agricultural sector? Is it of a lower risk to invest in a startup working in value addition to the agricultural sector, especially in Kerala? I think it's very difficult to answer. From an entrepreneur's side, from a founder's view, I think it will take 1 to 2 years to really set up a startup and bring to some early stage level. Okay, from a founder's perspective. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കി you started getting customers. Definitely it will take 1 to 2 years in my opinion. But from an investor's perspective, ഞാൻ പറഞ്ഞ പോലെ angel investor is ready when there is a paying customer and there is early traction. അപ്പോൾ you can look at the companies which are 2 years or 3 years after the 0th date. All right. Okay. So I think we have ഞാൻ പറഞ്ഞ one. ഉത്തരം മനസ്സിലായെന്ന് അറിയില്ല. Again, it depends really on the context. Understood. I think we can move on to the last question. Do you see any setback in the sentiments of angel investors of late because of the current turmoils due to COVID and other things? ഇല്ല, not at all. ഇപ്പോൾ ഡോക്ടർ സജി ഗോപിനാഥ് പറഞ്ഞ പോലെ കോവിഡ് ഹാസ് ബ്രോട്ട് ന്യൂ സ്റ്റാർട്ടപ്സ് into the scene, especially in the health technology and healthcare sector. A lot of startups that have come in COVID care. Okay, there are robotics. Kannur engineering college students in robotics ഉണ്ടാക്കി. They can replace nurses. Not completely replace, they can help. They can assist nurses in taking medicines to the beds, okay, so that you don't have contact. So COVID has actually given rise to a lot of startups. But if you even ignore that, I think in the last 4 months, I think 3 months, April, May, June, the number of pitch sessions have actually gone up. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്ത്യൻ ഏഞ്ചൽ നെറ്റ്വർക്ക് തന്നെ every Saturday we are seeing some 4 startups every Saturday, okay, in terms of their pitch. Or if you look at Inflection Point Venture, I think they have, after 1st April കഴിഞ്ഞ 3 മാസം, they have invested in 20 startups. കഴിഞ്ഞ entire year, അതായത് 2019 മുഴുവൻ ഇയറിൽ അവർ 20 സ്റ്റാർട്ടപ്സിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. ഈ കഴിഞ്ഞ 3 മാസം അവർ 20 സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ I don't think this crisis has stopped investment into new startups. Of course, the crisis has created anxiety in the mind of angel investors. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റാർട്ടപ്സ് ഇപ്പോൾ നടക്കുന്നുണ്ടോ അല്ല അത് ഫോൾഡഡ് അപ്പ് ആണോ ഒരു ഡെഫിനറ്റ്ലി ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ എല്ലാ സ്റ്റാർട്ടപ്സിനും ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. Even Malabar, we have had 3 calls with all the 3 startups. Every angel network, whoever it is, every week they are reviewing. They are reviewing the startups. അതായത് ക്വാർട്ടർലി അപ്ഡേറ്റ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ 10 സ്റ്റാർട്ടപ്പിൽ 8 സ്റ്റാർട്ടപ്പ് are doing good. 2 startups are folded up. You can say that way. About sentiments definitely has taken some beating, but it has not stopped investments. Got it.
And okay, so we have, I think, 2 more questions and then we'll close the Q&A round. In your personal opinion, what are the sectors to look for which have good scope in an economy like? Hello. Yeah, hello. Kekavo. ഇല്ല ലാസ്റ്റ് പാട്ട് കേട്ടില്ല. Okay. In your personal opinion, what are sectors to look for which have good scope in an economy like Kerala? Kerala, okay. I think definitely agriculture is one, right? And rural commerce, I would say a lot of rural startups can come in. Rural commerce, payment or fintech is a space, right? And health tech. I think Kerala is known for health care. Kerala is known for very health conscious people. So I think definitely healthcare can also become big. There are many startups in this space, and you can't really pick up. But I think these 3-4 sectors will definitely, and deep technology. I think future is all about technology. Future is all about artificial intelligence. So I think you'll find a lot of technology. So as I said, Kerala Startup Mission has done phenomenal work in bringing and creating awareness about technology, and startups have just lapped it up. ഇപ്പോൾ ഏത് കോളേജിൽ പോയാലും ഈ ഇൻക്യുബേഷൻ സെന്ററിൽ പോയാലും you can see students brimming with ideas, okay, and they are thinking so imaginatively, which let's say a large corporate or family run organizations can never think of. I think technology also will play, technology related areas will play a very big role. Understood. And final question, rather than as an individual, can we invest as an entity? Yes, definitely. You need not be only an individual person. You can be an entity which has some legal backing. Like, for example, you may be a partnership, you may be a private limited company, you may be a LLP. You can have any legal structure. So I may be investing in my name as Gopal Krishnan, but somebody may be investing in as XYZ Private Limited or XYZ LLP. Does the legal structure, and this is coming personally, does the legal structure have any implications on the tax liabilities or anything operationally? Yes, I think so. I think the income tax rules are a little different for different legal entities. Okay, understood. All right, so that brings us to the end of the questions. ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ഏഞ്ചൽ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യുന്നത്, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്സ്. So they can write to me or they can WhatsApp me, and I can tell them what to do depending on their area of interest. Okay. And their location and things like that. Okay, done. And we'll be sharing the details also with the attendees later. So now I would like to call upon Father Abraham in the session on the close ചെയ്യാൻ വേണ്ടി. സാറേ, സജിത് സാറും ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ട് നന്ദി അങ്ങ് പറയുകയാണ്. ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു നല്ലൊരു സെഷൻ ഞാൻ മുഴുവൻ നേരം ഇരുന്ന് കേട്ടുകൊണ്ട് മനസ്സിലാക്കുകയുമായിരുന്നു. ഞാൻ ആദ്യം ഇവിടെ ഇപ്പം പണ്ടത്തെ കൈയടിക്കാനൊക്കെ ഇപ്പൊ ഒന്നിച്ചേ പറ്റത്തുള്ളൂ. ഇവിടുന്ന് കൈയടിച്ച് കാണിക്കാനേ പറ്റുള്ളൂ. സാറിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് പുതിയ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകുന്നതിനെ പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൈയടിക്കുന്നു അതിനും. അതുപോലെ തന്നെ PKG ഞങ്ങളെ ഒന്ന് തുടർന്ന് സഹായിക്കണം. ഇതൊരു ഫസ്റ്റ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ചിന്തയുള്ളതാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ഇത് പ്ലാൻ ചെയ്തിരുന്നു. ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഇവിടെ നിങ്ങൾക്കറിയാവുന്ന ഒരു എയർപോർട്ടൊക്കെ ഇവിടെ വരുന്ന സമയമാണ്. there are big possibilities ഉണ്ട്. ഞങ്ങൾ അങ്ങ് ഒരു 20 ബിസിനസ് സെന്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്തെടുക്കാനൊക്കെ ഉദ്ദേശിച്ചിരുന്നത്. അതിനോട് ചേർന്ന് വി വാണ്ട് ടു സെറ്റപ്പ് ഇവിടെ ഒരു സർക്കാർ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഒരു പുതിയ പ്രോജക്റ്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഉള്ളൊരു സ്റ്റാർട്ടപ്പ് ഫെസിലിറ്റി ഇവിടെ ഉണ്ടാക്കാനായിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് കോവിഡ് വന്നതുകൊണ്ട് വി കനോട്ട് അതിപ്പോൾ തുടങ്ങിയാൽ അത്ര ഷുവർ അല്ലെന്നൊരു തോന്നലുണ്ട്. കാരണം ഇപ്പം എല്ലാം കൊണ്ട് എന്നാലും ഞങ്ങൾ വി വിൽ ഡെവലപ്പ് ഇറ്റ് ആസ് വെരി ഗുഡ്. അത് തീരുമാനിച്ചിട്ടുണ്ട്. സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് വർക്ക് തുടങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈ പ്രോജക്റ്റിനകത്ത് പങ്കെടുക്കാവുന്നതാണ്.
they can also participate in the project, as well as we will set up a angel network soon, and we will do that. So you can, Parag, you can give the details പറയാൻ പറ്റുമായിരിക്കും. Yes. So of all the attend ചെയ്ത ആൾക്കാരിൽ സെൻട്രൽ ട്രാവൻകൂർ ഏഞ്ചൽ നെറ്റ്വർക്കിന്റെ ഫോർമേഷനിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, if you are interested in taking the next step, അതിൽ if you can mark your interest on the form, ഞാൻ ചാറ്റിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. So I'll just leave it there for another 30 seconds or so. അത് വേണ്ടവർക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ആൻഡ് അതർവൈസ് അല്ലാതെ ഇതൊരു ഇമെയിൽ ആയിട്ടും ഞാൻ സെൻഡ് ചെയ്യുന്നതാണ്. Yeah, that's all. Okay, thank you very much. Thank you. വളരെ നന്ദി. താങ്ക് യു. ഞങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് തുടർന്ന് എല്ലാ സഹായത്തിലും വേണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ആര്യ ആസ് വെൽ ആസ് പരാഗ് ആൻഡ് റസീഫ്, നിങ്ങൾ മൂന്നുപേരും ഇതിന്റെ മുഴുവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ കേട്ടോ. ഞാൻ അതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഈ പ്രോജക്റ്റിന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. Thank you, Father Abraham. Thank you, Mr. PKG, and thank you, Dr. Saji. Thank you. Thank you, everybody. Thank you to all the attendees. We'll be closing the session now. Have a good weekend.